അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ തളർന്നു പോയവരെ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ, അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ വഴികളിലെ ദേവതരെ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ,
നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാസുരസ്വരം നീക്കാം. എൻ്റെ പ്രിയപ്പെട്ട ഐസയായുടെ തിരുവചനങ്ങള് 59:1. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകി പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഈ വചനം നമ്മൾ എപ്പോഴും കേൾക്കണ വചനമാണ്, പുതിയ വചനങ്ങളല്ല. പക്ഷെ ഈ ദിവസങ്ങളിൽ ഇത് വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നായി വചനം വരുന്നത് അല്ലേ? ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം രക്ഷിക്കാനാവാത്ത വിധം കുറുകി പോയിട്ടില്ലെന്ന് പറയണം. ഈ വചനം ഒരു സിദ്ധാന്തമാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രയോഗത്തിൽ ഇതിൻ്റെ കേന്ദ്രമായിട്ട് മനുഷ്യൻ വന്നാൽ, അതായത് ഒരിക്കലും ദൈവത്തിനെ നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ നിന്റെ കണ്ടീഷൻ മോശമായി പോയിട്ടില്ല എന്ന് കൂടിയുണ്ട് അർത്ഥം. ഇപ്പോൾ ഇതൊക്കെ സാമ്പത്തികമായ കടങ്ങളുണ്ട്, അല്ലെങ്കിൽ കടുത്ത രോഗങ്ങളുണ്ടെന്ന് വിചാരിച്ചോ. പക്ഷെ നമ്മൾ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഓർക്കും ഇതെങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഏതവസ്ഥയിലും ദൈവത്തിന് വേണമെങ്കിൽ നിന്നെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ ദൈവം അത് വേണമെന്ന് വെക്കണം, അതാണ് വിഷയം. ദൈവം അത് വേണമെന്ന് വെക്കണം. ദൈവം അത് വേണമെന്ന് വെക്കണമെങ്കിൽ എന്താണ്? നീ ദൈവതിരുസന്നിധിയിലെ ദൈവത്തിൻ്റെ ഒരു മനസ്സുണ്ട്. എന്താണ്? നീ ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. യെശയ്യാ 43:4. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. അതും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്നാണ് പറയണത്. ദൈവമാണ് പറയണത്, നീ എനിക്ക് അമൂല്യനും പ്രിയങ്കരനുമാണ്. പക്ഷെ ഇനി മനുഷ്യൻ്റെ ഭാഗത്തെന്ന് പറയുമ്പോൾ നമുക്കും തോന്നണം, എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലമതിക്കാനാവാത്തതാണെന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധി വിലമതിക്കാനാവാത്തതാണ്. ഞാൻ വിലമതിക്കാനാവാത്ത ആളായിട്ട് മാറുമ്പോഴാണ് ഏതവസ്ഥയിലും ദൈവത്തിന് എന്നെ രക്ഷിക്കാൻ തോന്നുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ രണ്ട് വചനങ്ങളും തമ്മിൽ ഇൻ്റർലിങ്ക്ഡാണ്. അപ്പോൾ ഏത് അവസ്ഥയിലും ദൈവത്തിന് വിലമതിക്കാനാവാത്തതായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ദൈവ തിരുസന്നിധിയിൽ നമ്മുടെ ജീവിതം ധന്യമായിരിക്കണം. പക്ഷെ ദൈവം ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്നത് കൊണ്ടല്ല ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ധന്യമാകുന്നത്. ഇപ്പം ലൂക്കായുടെ സുവിശേഷം ഇല്ലേ, എന്താണ്? സമ്പത്ത് കൊണ്ടല്ലല്ലോ ദൈവത്തിൻ്റെ സമ്പന്നനാകണത്. ലൂക്ക 12:15. മനുഷ്യജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത്. അപ്പൊ ദൈവം ചില കാര്യങ്ങള് നമ്മൾ ധന്യത ഉണ്ടാകുമെന്ന് പറയുന്ന കാര്യങ്ങള് ദൈവം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതിന് സമ്പത്തിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ വരും, സ്ഥാനമാനങ്ങൾ വരും. അപ്പോഴും ദൈവം പറയും, മനുഷ്യജീവിതം സ്ഥാനമാനങ്ങൾ കൊണ്ടല്ല സമ്പന്നമാകണത്. ചിലപ്പോൾ സൗന്ദര്യം വരും, അപ്പോൾ ദൈവം പറയും, മനുഷ്യജീവിതം സൗന്ദര്യം കൊണ്ടല്ല ധന്യമാകണത്. അപ്പോൾ ആ സമ്പത്തിൻ്റെ ശ്രേണിയിലുള്ള എല്ലാ ഐശ്വര്യങ്ങളും ക്യാൻസലായിപ്പോയി.
ദൈവത്തിരുസന്നിധി ആകാൻ അവയ്ക്കൊന്നും പറ്റത്തില്ല. പിന്നെ എന്തിനാണ് ദൈവത്തിരുസന്നിധി മൂല്യതയുള്ളത്? ദൈവത്തെ നമ്മളെ കൊണ്ട് ആവശ്യം ഉണ്ടാകണം. ഒരാളെ കണ്ടാൽ ദൈവത്തിന് ആവശ്യം ഉണ്ടാകണം. ദൈവത്തിന് വേസ്റ്റായിട്ട് തോന്നരുത്. അതിന് ആവശ്യമുള്ളവരെയാണ് അവനെ എടുക്കണത്, അവന് ആവശ്യമുള്ളവരെ. അത് യോഹന്നാൻ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട്. അവൻ തനിക്ക് ആവശ്യമുള്ളവർ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടവരെന്നാണ് കിടക്കണത്. ഇഷ്ടപ്പെട്ടത് വെറുതെ ചുമ്മാ ഇഷ്ടപ്പെട്ടതാണ്. ഒരു ആവശ്യത്തിന് വേണ്ടി അവരെ അയക്കാനാണ്. എന്തിനാണ്? അതല്ലേ മർക്കോസ് 3:13. പിന്നെ അവൻ മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അതിന്റെ അർത്ഥം തനിക്ക് ആവശ്യമുള്ളവരെ എന്നാണ്. തനിക്ക് ആവശ്യമുള്ളവരെ. അപ്പൊ ദൈവത്തിന് ആവശ്യമുള്ള വ്യക്തിയായിട്ട് നമ്മൾ മാറണം. ആവശ്യമുള്ളവരെയാണ് അടുത്തേക്ക് വിളിക്കണത്. എന്താ കാര്യം? ആവശ്യം എന്താ? തന്നോട് കൂടെ ആയിരിക്കുന്നതിനും. അതാണ് വിഷയം. ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ തന്നോട് കൂടെ ആയിരിക്കണം. പിന്നെ പ്രസംഗിക്കാൻ അയക്കുന്നതിനും. ആവശ്യത്തിനാണ് വിളിച്ചിരിക്കണത്. അപ്പൊ തന്നെ ഇഷ്ടപ്പെടുകയല്ല പ്രശ്നം. തനിക്ക് ആവശ്യമുള്ളവരെ തന്റെ അടുത്തേക്ക് വിളിച്ചെന്നാണ് അടുത്ത വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത്. കാര്യം എന്താ? ഇഷ്ടപ്പെട്ടിട്ട് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ വിളിച്ചതല്ല. ഒന്ന് തൻ്റെ കൂടെ ആയിരിക്കണം. തൻ്റെ കൂടെ ആയിരിക്കണം വെച്ചാൽ നിസ്സാരമല്ല. മനസ്സുകൊണ്ട് കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം മനസ്സുകൊണ്ട് നമുക്ക് പൗരോഹിത്യം കിട്ടി. എൻ്റെ പൗരോഹിത്യം ഇന്നലെ 40 വർഷം കഴിഞ്ഞ്. മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റും. പക്ഷേ മനസ്സുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി പൗരോഹിത്യത്തെ നോക്കിക്കാണാം. അപ്പോൾ നമ്മൾ യേശുവിൻ്റെ കൂടെ അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ചില ഗൂഢലക്ഷ്യങ്ങളുടെ കൂടെ ആയിരിക്കും നമ്മൾ. അപ്പം അതാണ് തന്നോട് കൂടി ആയിരിക്കുക എന്ന് പറയുന്ന കാര്യം. പലരെയും നമ്മൾ നോക്കുമ്പോൾ മനുഷ്യന്മാരെ പലപ്പോഴും ദൈവത്തിൻ്റെ ആൾക്കാർ പോലും ദൈവത്തിൻ്റെ കൂടെ അല്ല ശരിക്കും. അതുകൊണ്ട് നല്ല പൊളിറ്റിക്സൊക്കെ സഭയിൽ വരണത്. ചില സമയത്തൊക്കെ എങ്കിലും പൊളിറ്റിക്സ് വരുന്നില്ലേ? അപ്പോൾ അതിന് അവർക്ക് അവരുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കളികളിലാണ് ഇവരധിക്കുന്നത്. അത് എല്ലാ മേഖലകളിലും വരും. അപ്പം തന്നോടുകൂടി ആയിരിക്കുക എന്നുള്ളത് ഒരു വിളിയേക്കാളും ഒരു വെല്ലുവിളിയാണ് ആയിട്ട് വരും. ഒരു വെല്ലുവിളിയാണ്. അപ്പം അത് നമ്മൾ എപ്പോഴും നോക്കണം. അതായത് യേശുവിൻ്റെ കൂടെയാണെങ്കിൽ യേശു ആയിരിക്കണം അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് വരണത്. പിന്നെന്താ രണ്ടാമത്തെ കാര്യം? തന്നോട് ആയിരിക്കാനും പിന്നെ പ്രസംഗിക്കാൻ അയക്കാനും. കാരണം സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളുള്ളപ്പോൾ ആൾക്കാരാണ് ദൈവതിരുസന്നിധിയിൽ മൂല്യതയുള്ള. ഇവരാണ് പ്രിയങ്കരനായിട്ട് വരണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ വീണുപോയാൽ രക്ഷിക്കാനാവാത്ത വിധം ദൈവത്തിൻ്റെ കാര്യങ്ങളെ കുറിയെ പോയിട്ടില്ല. ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് വിഷയം. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ ദൈവതിരുസന്നിധിയിലെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് കൺവേർട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ. കുസുമ അഗസ്റ്റിൻ. ഞാനിപ്പം ഇവിടെ വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റമായ മഞ്ചേശ്വർ എന്നൊരു സ്ഥലത്ത് നിന്നാണ്. നമ്മുടെ കേരളത്തിൻ്റെ ബോർഡർ എന്ന് പറയാം. ആക്ച്വലി ഞാൻ ജനനം കൊണ്ട് കോട്ടയം ഡിസ്ട്രിക്റ്റുകാരിയാണ്. എനിക്കുണ്ടായ ഒരു അത്ഭുതകരമായ രോഗസൗഖ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് വരുന്നത്. പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ട്രിയോൺ ഗാഡ്, താങ്ക് യു മദർ മേരി. എനിക്ക് 2021 തുടങ്ങി പാമോ പ്ലാന്റാർ സൊറിയാസിസ് എന്ന ഒരു അസുഖം ബാധിച്ചു. അതായത് എൻ്റെ കാലിൻ്റെ വെള്ള മുഴുവൻ, 2 കാലിൻ്റെ വെള്ളയും നിങ്ങൾ നോക്കിയാൽ ഒരു ഉണങ്ങിയ മരത്തിൻ്റെ തൊലി നമ്മൾ കാണാറില്ലേ, അതുപോലെയായിരുന്നു അവസ്ഥ. ഇങ്ങനെ തൊലി പൊളിഞ്ഞു വരുമ്പം ഭയങ്കര ബ്ലീഡിങ്. അതുപോലെ തന്നെ എൻ്റെ കൈയുടെ വിരലുകൾക്കും അത് ബാധിച്ചു.
ഞാൻ മാംഗ്ലൂരിന് വളരെ അടുത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ഏറ്റവും ഫേമസ് ഹോസ്പിറ്റലുകൾ ഫാദർ മുള്ളേഴ്സ് മെഡിക്കൽ കോളേജ്, കസ്തൂർബ മെഡിക്കൽ കോളേജ് തുടങ്ങിയുള്ള ഇവിടുത്തെ ഏറ്റവും പ്രമുഖരായ ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു. അവരൊക്കെ എന്നോട് പറഞ്ഞു, ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്, ഇതൊരിക്കലും മാറുകയില്ല, പൂർണ്ണമായി മാറുകയില്ല, നിങ്ങൾ ഒരു ഫോട്ടോ അത് പൂർണ്ണമായി മാറുന്ന പ്രശ്നമേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മരുമകൾ സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ ഒഫ്താൽമിക് പ്രൊഫസറാണ്. അവളുടെ നിർദ്ദേശപ്രകാരം അവിടെയുള്ള ഏറ്റവും വലിയ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ ഞാൻ പോയി കണ്ടു. അദ്ദേഹവും ഇത് തന്നെ പറഞ്ഞു. ഞാൻ നടന്നുകൊണ്ടിരുന്നത്, ഞാനൊരു സിലിക്കോൺ സോക്സ് മോയ്സ്ചറൈസ് ചെയ്യും കാല്, പിന്നെ സിലിക്കോൺ സോക്സ്, എൻ്റെ പുറത്ത് കോട്ടൺ സോക്സ്, പിന്നെ ഷൂ ഇട്ടുകൊണ്ടാണ് വീട്ടിൽ കൂടെ പോലും നടന്നുകൊണ്ടിരുന്നത്. ഞാൻ മുട്ടേ കുത്തി വരെ നടന്നിട്ടുണ്ട്, അത്ര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഞാൻ കുറേ ഫോട്ടോതെറാപ്പി ചെയ്തതിൻ്റെയാണ്. അപ്പം പലരും എന്നോട് പറഞ്ഞു, അൾട്രാ വയലറ്റ് റേഡിയേഷൻ നമുക്ക് ക്യാൻസറസൊക്കെ ആകുന്നതാണ്. അപ്പം എൻ്റെ മക്കൾ പറഞ്ഞു, എന്നെങ്കിലും ഒരു സൗഖ്യം വേണ്ടേ. അങ്ങനെ ഞാൻ കുറേ നാൾ ബാംഗ്ലൂർ ചെയ്തു. പിന്നെ തിരിച്ചു വന്ന് എൻ്റെ സ്വന്തം വീട്ടിൽ മഞ്ചേശ്വരത്തു നിന്ന് മാംഗ്ലൂർ പോയി ചെയ്തു. എന്നിട്ട് അങ്ങനെ ചെയ്യുമ്പം ഒരു ചെറിയ കുറവ് ഉണ്ടാകും, അല്ലാതെ എനിക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. എൻ്റെ ഈ ഭീകരാവസ്ഥ, എൻ്റെ ഒരു കസിൻ്റെ മോൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അതിന് വരാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാൻ എല്ലാവരും എൻ്റെ കാലിൻ്റെ ഫോട്ടോ എടുത്ത് അവൾക്ക് അയച്ചു കൊടുത്തത് നിറയെ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയും ഇത് എല്ലാവരും തലയെ കൈവെക്കുകയും ചെയ്ത ഒരു കേസായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഒരു കസിൻ, കോട്ടയത്തുള്ള എൻ്റെ ഒരു അനിയത്തി എന്ന് പറയാം, ജോളി ജോസഫ്, അവൾ എനിക്ക് നിരന്തരം അച്ഛൻ്റെ ധ്യാനപ്രസംഗങ്ങളും വചനസാക്ഷ്യങ്ങൾ, അതവൾ ഡോക്ടർമാർ ചെയ്തിരിക്കുന്ന വചനസാക്ഷ്യം, കോളേജ് പ്രൊഫസർമാർ ചെയ്തിരിക്കുന്ന വചനസാക്ഷ്യമൊക്കെ എനിക്ക് അയക്കാൻ തുടങ്ങി. എനിക്ക് ആദ്യം ഈ വളരെ ക്ഷമാപണത്തോടുകൂടെ പറയട്ടെ, ഈ കൃപാസനമെന്ന് പറഞ്ഞാൽ ഇത് ഒരു കൾട്ട് ക്രിയേഷൻ ആണ്. ഇത് ദൈവത്തിൽ നിന്ന് മനുഷ്യനെ ദൈവവചനത്തിൽ നിന്ന് മാറ്റുന്നതാണെന്നൊക്കെയുള്ള ചിന്തകളുള്ള ഒരാളായിരുന്നു ഞാൻ. ഉറച്ച ദൈവവിശ്വാസിയാണ്. ഒരു കാരിസ്മാറ്റിക് രീതിയിൽ വചനത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ള രീതിയിലുള്ള ആളായിരുന്നു. പക്ഷേ ജോളി ഇങ്ങനെ അയച്ചു തന്ന് ഞാനത് വായിക്കാൻ തുടങ്ങി, അച്ഛൻ്റെ വചനപ്രസംഗങ്ങൾ കേൾക്കാൻ തുടങ്ങി. അല്ലാതെ ഞാനന്നിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോഴാണ് എനിക്ക് ഇത് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിത ചര്യയാണല്ലോ ഈ ഉടമ്പടി എന്ന് ബോധ്യമായത്. ആദ്യം മുതലേ പ്രവാചകന്മാർ, നമ്മൾ അബ്രാഹാം തൊട്ടുള്ള ഉടമ്പടിയെപ്പറ്റി കേൾക്കുന്നുണ്ട്. പക്ഷേ ആ ഉടമ്പടിയുടെ എല്ലാം കൾമിനേഷൻ യേശു ക്രിസ്തുവാണ്. അതിലേക്കുള്ള മുൻനിഴലുകളായിരുന്നു അതൊക്കെ. അങ്ങനെ ഞാൻ ബോധ്യമായി ഞാൻ ജോളിയുടെ വീട്ടിൽ വന്ന് അവൾ എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തത് 25 ഒക്ടോബർ 2023 എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി തിരി കത്തിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. എനിക്ക് ഈ ഉടമ്പടി ഓയിൽ എൻ്റെ കാലിലും കയ്യിലും പുരട്ടാൻ, കാരണം എൻ്റെ കാലിനും കൈക്കും അതുപോലെ എൻ്റെ കാൽപാദമൊക്കെ കരുത്താണ് ഇരുന്നത്. നിങ്ങൾക്ക് വീട്ടമ്മമാർക്കറിയാം, നമ്മൾ അടുപ്പിൽ വെക്കുന്ന ചീനച്ചട്ടി എന്ന് പറയുന്ന സാധനം എങ്ങനെ കറുത്തിരിക്കുമോ അതുപോലെയാണ്. അത് മുഴുവൻ പുരട്ടിയാൽ എണ്ണ ഒരു 2 ദിവസത്തേക്ക് പോലും കാണത്തില്ല. അപ്പം ഞാൻ ഓരോ തുള്ളിയൊക്കെ വേറെ എണ്ണയായിട്ട് മിക്സ് ചെയ്തൊക്കെ പുരട്ടുമൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് 1 മാസത്തിനകം, സത്യം പറയട്ടെ, ഞാൻ തന്നെ അറിഞ്ഞില്ല, എൻ്റെ കാലിൻ്റെ തൊലി സ്കിന്നെല്ലാം, എൻ്റെ സോള്, ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിക്കോളൂ, ജസ്റ്റ് ലൈക്ക് എനി അതർ പീപ്പിൾ സോൾ അങ്ങനെയായിട്ടുണ്ട്. അങ്ങനെ അങ്ങ് മാറുകയായിരുന്നു. ഇപ്പം ഞാൻ ഒരു മെഡിക്കേഷനും ചെയ്യുന്നില്ല, ഒരു ഡോക്ടറെയും കാണുന്നില്ല. അങ്ങനെ അത്ഭുതകരമായ ഒരു രോഗസൗഖ്യം അമ്മ എനിക്ക് നൽകി. ആത്മീയ ജീവിതം പറഞ്ഞാൽ ഞാൻ ഒന്നും കുർബാനയ്ക്ക് പോകുന്നൊന്നും ആളല്ലായിരുന്നു. ഞാനും എൻ്റെ ഭർത്താവുമൊക്കെ ബൈബിൾ വചനം മതി, ബൈബിൾ ഇരുന്ന് വായിക്കും. ഞങ്ങൾ ധാരാളം ബൈബിൾ, വി ആർ റിയലി
വളരെ സ്ട്രിക്റ്റ് വിശ്വാസമുള്ളവർ തന്നെയാണ്. അപ്പം പള്ളിയിൽ പോകണമെങ്കിൽ കുറച്ച് നടക്കണം, ഡ്രൈവറൊന്നും അന്നേരം വരികയില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് മടിയായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ദിവസം തോറും കുർബാനയ്ക്ക് നടന്ന് തന്നെ പോകുന്നു. പിന്നെ ഞാൻ റോസറീസ് കൊന്ത അങ്ങനെ ചെല്ലാറില്ലായിരുന്നു. ഇപ്പം ഞാൻ 4-5 കൊന്തയൊക്കെ ചെല്ലാറുണ്ട് ദിവസവും. പിന്നെ കൂടുതൽ സമയവും ഞാൻ ബൈബിൾ പഠനവും അച്ഛൻ്റെ വചന പ്രഘോഷണങ്ങളും ധ്യാനവും പിന്നെ ഉടമ്പടി സാക്ഷ്യങ്ങളും ഒക്കെ ആണ് ധാരാളം കേട്ടുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഈ ഉടമ്പടിയെ പറ്റിയുള്ള ശരിയായ ബോധ്യം, ഇത് ഒരു ക്രിസ്തീയ ജീവിതചര്യ ഇത് ആണ് ഉടമ്പടിയെന്ന് എനിക്ക് ബോധ്യമായി. അങ്ങനെ എൻ്റെ അവസാനത്തോളം ഈ ഉടമ്പടിയിൽ തന്നെ ദൈവവുമായിട്ടുള്ള ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ് ഹ്യൂമൻ ലൈഫ് എന്നുള്ളത്. അത് തിരിച്ചറിയുവാനും എല്ലാം എനിക്ക് ഈ ഉടമ്പടി ധ്യാനങ്ങളിൽ കൂടിയാണ് സാധിച്ചത്. ഞാൻ നേരത്തെ എനിക്ക് കുറേയൊക്കെ അറിയാമെന്ന് വിചാരിച്ചിരുന്ന ആളാണ്. അപ്പം എൻ്റെ അറിവ് വളരെ വികലമായിരുന്നു എന്നും എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നെ ഞാൻ പരസ്നേഹ പ്രവർത്തികളായിട്ട് എൻ്റെ കയ്യിൽ എണ്ണയുണ്ടല്ലോ. അപ്പം ഞാൻ റിട്ടയർഡാണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കോളേജിൽ ഒരു ടൈപ്പിസ്റ്റ്, ആ കുട്ടിക്ക് ഭയങ്കര പെടലി വേദന, ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അവളുടെ വീട്ടിൽ പോയി ഈ ഉടമ്പടി തൈലം തേച്ച് അവൾ കാത്തലിക്കാണ്, ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവൾ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മാം ഇന്നലെ ഞാൻ നല്ലപോലെ കിടന്നുറങ്ങി, എൻ്റെ മകൻ 2-3 പ്രാവശ്യം എന്നെ വിളിച്ചപ്പം മാത്രമാണ് ഞാൻ എണീറ്റത്, ഞാൻ ഉറങ്ങിയിട്ട് എത്ര ദിവസമായി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ഇപ്പുറത്ത് ഞങ്ങളുടെ ഒരു ക്ലാർക്കിൻ്റെ വൈഫ് താമസിക്കുന്നുണ്ട്. അവർ ഹിന്ദുക്കളാണ്, അവർ അക്രൈസ്തവരാണ്, അവർ തിരുവനന്തപുരംകാരാണ്. അപ്പം ഞാൻ അവളുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ, ഞാനൊരു പ്രാർത്ഥന പറഞ്ഞൊരു എണ്ണ തേച്ച് പ്രാർത്ഥിക്കുക. അവൾക്ക് എപ്പോഴും ദുസ്വപ്നങ്ങളുണ്ടാകുന്നു. അവൾക്കും അവളുടെ ഒരു കുഞ്ഞു മകനും അതായിരുന്നു. അത് ഞാൻ നെറ്റി കുരിശ് വരെ. അപ്പോൾ അവർക്ക് കൃപാസനത്തെ പറ്റിയൊക്കെ അറിയാവുന്നവർ തന്നെയാണ്, ട്രിവാൻഡ്രംകാരാണല്ലോ. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞു സുഖമായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങുന്നെന്ന്. അതുപോലെ തന്നെ എൻ്റെ ഞങ്ങളുടെ ഡ്രൈവറിന് കഴിഞ്ഞ ദിവസം ഓപ്പൺ ഹാർട്ട് സർജറി ആയിരുന്നു. അയാൾ ഭയങ്കര ഭീരുവായൊരു മനുഷ്യനാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അദ്ദേഹം ഒരു കൊങ്കണി കാത്തലിക്കാണ്. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു മിക്കവാറും ഡോൾഫി റിക്കവർ ചെയ്ത് വരുമോ എന്ന് എനിക്ക് സംശയമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം എനിക്ക് ഒരു പേടിയായി. ഞാൻ ഓപ്പറേഷൻ്റെ തലേദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയി അദ്ദേഹത്തിൻ്റെ നെറ്റിയിലും അദ്ദേഹം തന്നെ സ്വന്തം നെഞ്ചിലും കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ഓപ്പൺ ഹാർട്ട് സർജറിക്ക് എല്ലാ ധൈര്യവും കൊടുത്ത് അപ്പം പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷം ഇപ്പം തോന്നുന്നു. ഇപ്പം സർജറി കഴിഞ്ഞിട്ട് 4-5 ദിവസമായി, പൂർണ്ണ ആരോഗ്യവാനായിട്ടിരിക്കുന്നു. അങ്ങനെ അനുഭവങ്ങൾ എനിക്കുണ്ട്. പിന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാണ് മറ്റുള്ളവർക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുവാൻ കൂടുതൽ സമയം. ഇപ്പം ചിലർ എന്നോട് ചോദിക്കും, ഇങ്ങനെ റിട്ടയർഡ് ലൈഫായിട്ട് ഞാൻ മഞ്ചേശ്വരത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും തന്നെയാണ് താമസിക്കുന്ന, മോൻ്റെ അടുത്ത് ബാംഗ്ലൂർ ചിലപ്പോഴൊക്കെ പോകാറുള്ളൂ, നിങ്ങൾക്ക് ബോറാകുന്നില്ല? എനിക്ക് ജീവിതത്തിൽ ഒരു ബോർഡോ ഇല്ലിപ്പോൾ. ഞാൻ എപ്പോഴും ഇപ്പം എനിക്ക് വചനം വായിക്കുക, ബൈബിള് പഠിക്കുക, ഇങ്ങനെയുള്ള ധ്യാന പ്രസംഗങ്ങൾ കേൾക്കുക, അതിനെനിക്ക് സമയം പോരാ എന്നുള്ള തോന്നൽ മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് ബോറിങ് എന്നുള്ള ഒരു നേച്ചറേ തോന്നുന്നില്ല. നിങ്ങൾ ഇവിടെ ഈ ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഇരിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ മക്കൾ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്, ബാംഗ്ലൂർ വന്നവരുടെ കൂടെ വന്ന് താമസിക്കരുതോ എന്നൊക്കെ. എനിക്ക് പിന്നെ ഞാൻ വളരെ ഒരു സെൻസിറ്റീവ് ടൈപ്പ് ആളാണ്. ഇപ്പോൾ എനിക്ക് ഈ വചനം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എന്തോ ഒരു ധൈര്യം, പെട്ടെന്നൊന്നും ഞാൻ വല്ല വിമർശനങ്ങളും ഒക്കെ കേട്ടാൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. എനിക്കിപ്പോൾ അങ്ങനെയുള്ള ഭയങ്ങളോ അങ്ങനെയുള്ള സങ്കോചങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ കുറേ 11 കെട്ട് പേപ്പർ പല പ്രാവശ്യമായിട്ട് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഉടമ്പടി എടുത്തു. ഇതെൻ്റെ 3ാമത്തെ ഉടമ്പടിയാണ്. പിന്നെ 2 പ്രാവശ്യം ഞാൻ എൻ്റെ കസിനുമായിട്ട് ഇവിടെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അന്നേരം എല്ലാം പേപ്പർ വാങ്ങിക്കൊണ്ട് പോകും. ഞാൻ കന്നഡയും ഇംഗ്ലീഷും മലയാളം ഒരു കെട്ട് മാത്രമേ എടുത്തുള്ളൂ. കാരണം ഞങ്ങൾ ഈ ബോർഡർ ഏരിയ ആയതുകൊണ്ട് കൂടുതൽ കന്നഡയും ഇംഗ്ലീഷും, ബാംഗ്ലൂരാണ് ഇംഗ്ലീഷ് വേണം. ഞാൻ അവിടെയൊക്കെ പോയി ധാരാളം ആൾക്കാർക്ക് അത്
കാത്തലിക് ക്രിസ്ത്യൻസ് അല്ലാത്തവർക്കും പിന്നെ എൻ്റെ തന്നെ സാക്ഷ്യം സൈറ്റ് ചെയ്തുകൊണ്ട് അവരോടൊക്കെ പറയാനും മദർ മേരിയുടെ അപ്പാരിഷനെ പറ്റി ഹിന്ദുക്കളോട് പോലും സംസാരിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ചിലരൊക്കെ നമ്മുടെ കാത്തലിക്സ് ആയിരിക്കുന്നവർ തന്നെ, ഞാൻ മാംഗ്ലൂർ മിലാഗ്രീസ് ചർച്ചിലും ഒക്കെ ചെല്ലുമ്പം വി ആർ പ്രാക്ടീസിങ് കാത്തലിക്സ്, ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ മുഖത്തടിച്ച് എന്നോട് സംസാരിച്ച് ഉണ്ട്. എനിക്ക് പണ്ടൊക്കെ ആണെങ്കിൽ അതൊരു വലിയ ഹേർട്ട് ഫീലിംഗ് ആകുമായിരുന്നു. പക്ഷേ എനിക്കതൊന്നും ഒരു പിണക്കവും തോന്നുന്നില്ല. അങ്ങനെ പല ഹിന്ദുക്കൾക്കും പലർക്കും പല അക്രൈസ്തവർക്കും ഹിന്ദുക്കളെ ഞങ്ങൾ ക്രിസ്ത്യൻസിനേക്കാളും യു ആർ മോർ പയസ് ഐ എം ഷുവർ, അങ്ങനെയുള്ള ധാരാളം ആൾക്കാർക്ക്. പിന്നെ ഞാൻ വചന സാക്ഷ്യം പലർക്കും അയച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ ഒരു കൊളീഗ്, ഒരു മലയാളം സാറ്, അദ്ദേഹവും അക്രൈസ്തവനാണ്. ടീച്ചറെ ഇതൊക്കെ സത്യമാണോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ ഇൻസിഡൻറ്റ് പറഞ്ഞു. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. പിന്നെ പത്രം അറിയാവുന്നവരും കിട്ടിയവരുമായി ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല. അങ്ങനെയുണ്ട്. ഞാൻ മാംഗ്ലൂരൊക്കെ കൊടുക്കുമ്പം നേഴ്സിങ്ങിന് പഠിക്കുന്ന നമ്മുടെ മലയാളി കുട്ടികൾ, മലയാളിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഇംഗ്ലീഷ് പേപ്പറൊക്കെ കൊടുക്കാൻ ചെല്ലുമ്പോൾ അപ്പം അവർ പറയും വി ആർ ഫ്രം തിരുവല്ല, കേരള എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്കിത് അറിയാവോ? അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരുന്നില്ല, നിങ്ങളതൊന്ന് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചാൽ മതി എന്ന് പറയും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ബസ്സിൽ ട്രാവൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഒരു LLB പഠിക്കുന്ന ഒരു ഹിന്ദു കുട്ടി അക്രൈസ്തവ കുട്ടി കാസർഗോഡ് ഒന്ന് വല്ല കണ്ടു. അപ്പം ഞാൻ മോളെ നിൻ്റെ ഒരു പീക്ക് ടൈമല്ലേ ഇത്, ഇനി നിൻ്റെ ഫ്യൂച്ചറിൻ്റെയൊക്കെ ടൈമല്ലേ, ഞാനൊരു പേപ്പർ തരട്ടെ. അപ്പോൾ അവൾ ആ ബസ്സിലിരുന്ന് തന്നെ അതൊന്ന് നോക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതൊന്നും ഫേക്കല്ല, ഇതൊക്കെ യഥാർത്ഥമാണ്. അത് പിന്നെ ബോധ്യമല്ലേ, ആൾക്കാർ ഇങ്ങനെ സാക്ഷ്യം പറയണമെങ്കിൽ സത്യമായിട്ടല്ലേ എന്ന് പറയുകയുണ്ടായി. അങ്ങനെ പിന്നെ എനിക്ക് ഒത്തിരി ചെറുതും പിന്നെ വേറൊരു അത്യാവശ്യം പറയാനുള്ളത്, എനിക്ക് ഒസ്റ്റിയോപൊറോസിസ് സിവിയർ, ഞാൻ 68-69 വയസ്സായ ആളാണ്. എനിക്ക് സിവിയർ ഒസ്റ്റിയോപൊറോസിസ്, അതായത് എല്ലിന് തേയ്മാനം എന്ന് പറയല്ലേ, എൻ്റെ ബാക്ക് ബോൺ സ്കാനിങ്ങിൽ ഒക്കെ ഭയങ്കര ദ്രവിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ ബെൽറ്റ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു സ്പൈൻ സർജനെ കണ്ട്. അപ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ വചനധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ലെഫ്റ്റ് ലോവർ പാർട്ടിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാൾ, ഇടത്ത് കാൽ എടുത്ത് വെക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾ, കുറച്ച് നേരം കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് നേരെ നിൽക്കാൻ വയ്യ, കുറച്ച് പോസ് ചെയ്ത് കഴിഞ്ഞാണ് സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ നാട്ടിൽ വന്നതൊക്കെ ബെൽറ്റ് ഇട്ടുകൊണ്ടാണ്. പക്ഷേ ആ ധ്യാനത്തിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് എനിക്കിതുവരെ ഞാൻ ബെൽറ്റ് ഉപയോഗിക്കുന്നില്ല, എനിക്ക് പെയിൻ തോന്നുന്നില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് പോയി റെസ്റ്റ് ചെയ്യും, കാരണം എനിക്ക് സ്പൈൻ അതുപോലെ പ്രോബ്ലം ഉണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ. പിന്നെ എല്ലാവരോടും പോസിറ്റീവായി സംസാരിക്കുവാനും എല്ലാവരുടെയും അടുത്ത് നല്ല കാര്യം പറയുവാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും. ഇപ്പം ഞാൻ എൻ്റെ കാറ് സഞ്ചരിക്കുമ്പം പോലും ആണെങ്കിലും വഴിയിൽ കൂടെ ഒരു പാവപ്പെട്ടവൻ നടന്നു പോയാൽ ആ മുഖമായിരിക്കും എൻ്റെ മനസ്സിൽ. അവർക്ക് വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ നേഴ്സിംഗ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേരെയൊക്കെ സഹായിക്കുന്നുണ്ട്. ഡ്രൈവിങ്, ഇങ്ങനെ ഇവിടെ ഒരു കോളനിയിലെ ഉള്ള ഡ്രൈവിങ് കമ്പ്യൂട്ടർ കോഴ്സസിനൊക്കെ വിടാറുണ്ട്, അതിനുള്ള സഹായം ചെയ്യാണ്ട്. പിന്നെ നമ്മുടെ തന്നെ വെരി ഡിസ്റ്റൻറ്റ് പോലും റിലേറ്റീവ്സ് ഹോസ്പിറ്റലിലൊക്കെ ആണെന്ന് പറഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ധാരാളം പേരാണല്ലോ ഉള്ളത്. അവർക്കൊക്കെ ഞങ്ങൾ അതാത് സമയത്ത് ഗൂഗിൾ പേ വഴി പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള അയൽവക്കത്തുള്ള വളരെ വിഷമിക്കുന്നവർക്ക് ഞങ്ങൾ 2 മാസം കൂടുമ്പോഴൊക്കെ പണം അയച്ചു കൊടുത്തും ഒക്കെ സഹായിക്കാറുണ്ട്. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടും നമുക്ക് തോന്നാറില്ല. അപ്പം ഞാൻ ഈ ബാംഗ്ലൂർ പത്രവിതരണം ചെയ്യുമ്പോൾ എൻ്റെ മകനൊരു അഡ്വക്കേറ്റാണ്, ഹൈക്കോർട്ട് അഡ്വക്കേറ്റാണ്. അവൻ പറയും അമ്മ ഇതൊരു ആൻറ്റി കൺവേർഷൻ ബില്ലുള്ള നാടാണ്, അമ്മ പിടിച്ച് അകത്താക്കും. അപ്പം ഞാൻ അവനോട് പറയും അങ്ങനെ അകത്താകുന്നെങ്കിൽ ഞാൻ അകത്തായിക്കോട്ടെ എന്നുള്ള ധൈര്യത്തോട് പറയും. ഞാൻ ആരെയും കൺവേർട്ട് ചെയ്യുന്നില്ല, കൺവേർഷൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഐ വാണ്ട് ഓൺലി എ ട്രാൻസ്ഫർമേഷൻ, എ ചേഞ്ച് ഇൻ ഹ്യൂമൻ മൈൻഡ്സ്.
എന്ന് അവനോട് പോലും തർക്കിക്കാറുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടാണ് പേപ്പർ വിതരണം ചെയ്യുന്നത്, അതിനൊന്നും ആരെയും ഉൾപ്പെടുത്താറില്ല. അങ്ങനെ എനിക്ക് അത്രയൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് ഒത്തിരി അപവാദങ്ങളൊക്കെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: നമ്മൾ എന്താണ് അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ അവൻ പറയുന്നത് പോലെ ചെയ്യുക. അമ്മ അതല്ലേ പറഞ്ഞുള്ളൂ, അവൻ പറയുന്നത് എന്താണ് അത് വചനമാണ്, നമ്മൾ വായിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണ്, അതിനകത്തെ കാര്യങ്ങളാണ്. അങ്ങനെ അത് പറയാൻ ഒക്കെ അങ്ങനെ കൺവിൻസ് ചെയ്യാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഈശോ നമുക്ക് തന്ന അവസാനത്തെ സമ്മാനമായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത ആളാണ് അമ്മ. ആ അമ്മയുടെ ചാരത്തണയുവാൻ നമുക്കെല്ലാവർക്കും അവകാശമുണ്ട്. നമ്മൾ അമ്മയുടെ മധ്യസ്ഥം തേടുന്നതേ ഉള്ളൂ. ചെയ്യുന്നത് പിതാവായ ദൈവം പുത്രനിലൂടെയും അമ്മ വഴി അമ്മയുടെ മധ്യസ്ഥം ചെയ്യുന്നെന്ന് മാത്രം. Thank you, Jesus. Thank you, Mama Mary. Thank you, God the Father, Holy Spirit. Thank you. അത് പറയാൻ ഒക്കെ അങ്ങനെ കൺവിൻസ് ചെയ്യാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ഈശോ നമുക്ക് തന്ന അവസാനത്തെ സമ്മാനമായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത ആളാണ് അമ്മ. ആ അമ്മയുടെ ചാരത്തണയുവാൻ നമുക്കെല്ലാവർക്കും അവകാശമുണ്ട്. നമ്മൾ അമ്മയുടെ മധ്യസ്ഥം തേടുന്നതേ ഉള്ളൂ. ചെയ്യുന്നത് പിതാവായ ദൈവം പുത്രനിലൂടെയും അമ്മ വഴി അമ്മയുടെ മധ്യസ്ഥം ചെയ്യുന്നെന്ന് മാത്രം. താങ്ക് യു ജീസസ്. താങ്ക് യു മമ്മ മേരി. താങ്ക് യു ഗോഡ് ദ ഫാദർ, ഹോളി സ്പിരിറ്റ്. കാത്തു നിൽക്കുവിൻ, കർത്താവ് തരുന്ന വിജയം നിങ്ങൾ കാണും. 2 ദിനവൃത്താന്തം 20:17. ആദ്യമേ തന്നെ പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ, ഈ പുണ്യ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ കൃപ തന്നതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് മരിയ ബെറ്റ്സി. ഞാൻ അരൂർ സെയിൻറ്റ് അഗസ്റ്റീൻസ് ഇടവകാംഗമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ജൂൺ 9, 2019 എൻ്റെ അമ്മ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2018. അപ്പം ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണമെന്ന് പറയുന്നത്, ഡിഗ്രിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു എങ്കിലും എനിക്ക് PGക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. എറണാകുളത്ത് തന്നെ എല്ലാ ഫേമസ് കോളേജസിലും പോയെങ്കിലും അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് കുറച്ച് ഡിപ്രസ്ഡായി. അപ്പോൾ അമ്മ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് അമ്മയോടൊപ്പം പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. രാവിലത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വൈകുന്നേരത്തെ ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ കുടുംബം ഒന്നിച്ച് എല്ലാം ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അമ്മ എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുക്കാമെന്ന് നേരുക, എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആ ഒരു വിശ്വാസത്തിലേക്ക് വന്നു. ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ 7 പ്രാവശ്യം 7 ദിവസം ചൊല്ലി പ്രാർത്ഥിച്ചു അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എറണാകുളത്ത് തന്നെ ഫസ്റ്റ് ഗവൺമെൻറ് ഓട്ടോണോമസ് കോളേജായ മഹാരാജാസിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. പക്ഷെ ആദ്യം അവിടെ കിട്ടിയെങ്കിലും എനിക്കധികം താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് എൻ്റെ ഒരു അക്കാഡമിക്സിൽ ഏറ്റവും നല്ലൊരു കോളേജായിട്ട് അത് മാറി. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ സ്ട്രീമിൽ നിന്ന് ഫസ്റ്റ് റാങ്ക് നൽകിയാണ് മാതാവ് എന്നെ അനുഗ്രഹിച്ചത്. അതിനുശേഷം പിന്നീട് എനിക്ക് എൻ്റെ കരിയറിലും കാര്യങ്ങളിലൊക്കെ നല്ല ഉയർച്ചയുണ്ടായി. ഞാൻ ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് പഠനങ്ങളുടെയും അതുപോലെ തന്നെ ജോലിയുടെയൊക്കെ സമയമായപ്പോഴത്തേക്ക് മാനുഷികമായ തിരക്കുകൾ കൊണ്ട് എൻ്റെ ഉടമ്പടിയിൽ ചെറിയൊരു ഉഴപ്പ് സംഭവിച്ചു. അപ്പോൾ പ്രാർത്ഥനകളൊക്കെ ചൊല്ലും, എന്നാലും പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളൊക്കെ എനിക്ക് തീക്ഷ്ണതയോടെ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീട് ഞാൻ ജോലി ചെയ്തു. ഞാനൊരു അധ്യാപികയാണ്. എനിക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും നല്ലൊരു സ്കൂളിലാണ് മാതാവ് എനിക്ക് ആദ്യമേ തന്നെ ജോലി നൽകി അനുഗ്രഹിച്ചത്. ഒരു ഇൻ്റർനാഷണൽ സ്കൂളിലായിരുന്നു. അപ്പോൾ അതിനെ വളരെയധികം ഉയർത്തി മാതാവിന് അതിന് നന്ദി പറയുന്നു. ഞാൻ 4 വർഷമായി ഇവിടെ പഠിപ്പിക്കുന്നു. ഇതെൻ്റെ 4ാമത്തെ വർഷമാണ്. അപ്പോൾ ഞാനിവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ പുറത്തേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുറത്ത് പോയി ടീച്ചിങ് ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ അത് ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചോ എന്ന് ഓർക്കുകയൊന്നും ചെയ്തില്ല. അപ്പോൾ അതങ്ങനെ പോയി. പിന്നീട് പല സ്ഥലത്തും അപ്ലൈ ചെയ്യുമായിരുന്നു, പക്ഷേ ഒന്നും അങ്ങനെ വന്നില്ല. പക്ഷേ എൻ്റെ ജോലി ഞാൻ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ വർഷം ഞാൻ അപ്ലൈ ചെയ്ത ഒരു സ്ഥലത്ത് നിന്ന് ഇൻ്റർവ്യൂ വന്നു.
അപ്പോൾ അത് മാൽഡീവ്സിൽ നിന്നായിട്ടായിരുന്നു. അവിടെ നിന്ന് ഗവൺമെൻറ് സ്കൂളിലെയാണ്. അപ്പോൾ ഞാൻ സെപ്റ്റംബർ ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, സെലക്റ്റഡ് ആയി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഗവൺമെൻറ് സ്കൂളിലാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ജോലി ഒക്കെ ഒരു നോട്ടീസ് പീരീഡ് പോലും ഇല്ലാതെ ഞാൻ റിസൈൻ ചെയ്തു. അപ്പോൾ ഒക്ടോബർ 10 ജോയിൻ ചെയ്യണമെന്നുള്ള രീതിക്കായിരുന്നു എനിക്ക് വന്നിരുന്നത്. അപ്പോൾ ഞാൻ സെപ്റ്റംബർ ലാസ്റ്റ് ആയപ്പോൾ പൂജ ഹോളിഡേയ്സിൻ്റെ ഒരു സമയത്ത് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഒക്ടോബർ 10 മുന്നേ നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ കോൺടാക്ട് ചെയ്ത ഏജൻസിയുമായിട്ടൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് വിസയോ ടിക്കറ്റോ ഒന്നും വന്നില്ല. എൻ്റെ ഓഫർ ലെറ്ററിൽ വന്ന ഡേറ്റ് കഴിയാറായി. അപ്പോൾ അത് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കാരണം എൻ്റെയർ ഗവൺമെൻറ് പോസ് ചെയ്ത് വെച്ചേക്കായിരുന്നു അവിടത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ കയ്യിലുണ്ടായിരുന്ന മെറിറ്റായിട്ടുള്ള എൻ്റെ ജോലി പോയി. അപ്പോൾ ജോലി പോയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ടെൻഷനായി. കാരണം ജോലി ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കുറച്ചായിരുന്നു. ജോലിയുടെ തിരക്കുകളൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മേനോട് പ്രാർത്ഥിക്കണം, കൊന്ത ചൊല്ലണം, അച്ഛൻ്റെ ടോക്കുകളൊക്കെ കേൾക്കണമെന്ന് പറയുമെങ്കിലും ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിലൊക്കെ കുറച്ച് ഉഴപ്പ് സംഭവിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ മെറിറ്റായിട്ടുള്ള ജോലി പോയപ്പോൾ ഞാൻ പിന്നീട് നന്നായിട്ട് അനുദപിച്ചു. കാരണം എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലായി. അപ്പോൾ ഞാൻ ഒരു ഒക്ടോബർ മാസം കൊന്തമാസം ആയിരുന്നതുകൊണ്ട് ഒരുപാട് കൊന്ത ചൊല്ലാൻ തുടങ്ങി, ജപമാലയിലൂടെ വളരാൻ തുടങ്ങി, സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി, പിന്നീട് കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. അപ്പോൾ കുർബാനയ്ക്ക് ഞാനും അമ്മയും എല്ലാ ദിവസവും പോകുമെങ്കിലും ചില തിരക്കുകളൊക്കെ വരുമ്പോൾ, സ്കൂളിൽ നിന്നുള്ള തിരക്കുകളൊക്കെ വരുമ്പോൾ എനിക്ക് പലപ്പോഴും പോകാൻ പറ്റിയില്ല. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ 2 കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. പിന്നീട് അമ്മേനോട് പറഞ്ഞു, വന്ന് ഉടമ്പടി പുതുക്കണം, പ്രാർത്ഥിക്കണം, വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഞാൻ ഒക്ടോബർ 16 വന്ന് ഉടമ്പടി പുതുക്കി, പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു. അപ്പോൾ എല്ലാ നിയോഗങ്ങളും എഴുതി മാതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ ഞാൻ കൂടുതൽ നിയോഗമൊന്നും എഴുതിയില്ല. മാതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് എന്നെ ഉയർത്തണമേ, അങ്ങയുടെ തിരുക്കുമാരൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് എന്നിൽ നിറവേറട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ നിയോഗങ്ങൾ വെച്ചു, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് വേണ്ടി മാത്രം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്കത് കിട്ടണേ, എനിക്ക് ഓഫർ ലെറ്റർ വന്നു, ഇനി വിസ വരണേ, കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒരു നീക്കുപോക്കും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിസ തടസ്സമുള്ളവർക്ക് വേണ്ടിയിട്ടും, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടും, ഭവനമില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരുപാട് സമയം ഞാൻ എടുത്തു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. ജപമാലകൾ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലാൻ തുടങ്ങി. 4 ജപമാലയൊക്കെ ചൊല്ലാൻ തുടങ്ങി. കാരണം വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ജോലി 3 പേർക്കും ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അനിയനും അമ്മയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പോകും, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ ഫാമിലി യൂണിറ്റിൽ നിന്ന് ഒക്ടോബർ മാസം ഞങ്ങളുടെ മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോൾ മാതാവ് ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഒരു ആശ്വാസത്തിൽ മാതാവിൻ്റെ ഒപ്പം നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ കൃപാസന മാതാവിൻ്റെ ഒരു രൂപം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാതാവിനെ ഞാനിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നാണ് മുട്ടുകുത്തി കൈ പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ടീച്ചറുണ്ട്, പാർവതി എന്നാണ് ആളുടെ പേര്. ആൾ എനിക്കൊരു അഡ്വർടൈസ്മെൻറ്റ് അയച്ചു തന്നു. അപ്പോൾ അത് ഇതുപോലെ ഒരു ഏജൻസിയിലോട്ട് കോൺടാക്ട് ചെയ്തിട്ട് പുറത്തേക്കൊക്കെ പോകാനുള്ളതിൻ്റെയാണ്. അപ്പോൾ ഞാൻ നോർമലി എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് വൈകുകയാണെന്നേ ഉള്ളൂ എന്നുള്ള രീതിക്ക് നിന്നു. പക്ഷേ എന്തോ എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് അപ്ലൈ ചെയ്തു. 2 ദിവസത്തിനകം തന്നെ അതിൽ നിന്ന് എനിക്ക് കോൾ വന്നു, സെലക്ട് ആയിട്ടുണ്ട്, റെസ്യൂം ഓക്കെയാണ്, ഇൻ്റർവ്യൂസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതവിടെ ഒരു 4 റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂസാണ് ഉണ്ടായിരുന്നത്. പ്രിൻസിപ്പൽ മീറ്റ് ഉണ്ടായിരുന്നു, HR, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു, ഡെമോ ക്ലാസ്, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങൾ പതിയെ ഇങ്ങനെ മൂവ് ആവാൻ തുടങ്ങി. വിത്തിൻ 1 മന്ത് ആ 4 ഇൻ്റർവ്യൂസും എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചു. അപ്പോൾ അവിടെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലവും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ ഓരോ ഇൻ്റർവ്യൂവിന് മുമ്പും ഞാൻ മാതാവിൻ്റെ രൂപം ഞാൻ ഇരിക്കുന്ന ആ ചെയറിൽ വെച്ചിട്ട് പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ചു വെച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചൊല്ലാനായിട്ട് മുട്ടയിൽ നിന്ന് ചൊല്ലും. എന്നിട്ട് ഞാൻ പറഞ്ഞു, മാതാവിൻ്റെ മടിയിലിരുന്ന് എന്നെ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിക്കണം, എന്നിട്ട് പാസ്സാക്കി തരണം എന്നുള്ള രീതിക്ക് ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ എനിക്ക് ആ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ ഓരോരോ വചനങ്ങൾ എനിക്ക് എവിടെ എന്നറിയില്ല, വാട്സപ്പ് എടുത്താലോ ഇൻസ്റ്റഗ്രാം എടുത്താലോ എനിക്ക് ഓരോരോ വചനങ്ങൾ വരാനായിട്ട് തുടങ്ങി. അച്ഛൻ്റെ ടോക്കുകളിൽ നിന്നൊക്കെ ഒരുപാട് വചനങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ വചനങ്ങളൊക്കെ എനിക്ക് എഴുതണമെന്നുള്ളൊരു ബോധ്യം കിട്ടി. ഞാനതെല്ലാം ഒരു ബുക്കിൽ എഴുതി വെച്ചു. ഞാനപ്പോൾ അത് സ്കൂളിലേക്ക് എടുത്ത ഒരു ബുക്കാണ്. പക്ഷേ ഞാൻ ആ ബുക്കിൽ തന്നെ മാതാവിനോട് പറഞ്ഞു, ഞാനിത് റെഡ് പേന കൊണ്ട് എഴുതുകയാണ്. ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമുക്കറിയാം റെഡ് പെൻ എന്ന് പറയുന്നത് ടീച്ചർമാർ കൂടുതലും യൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ ഈ റെഡ് പേന വെച്ച് എഴുതാൻ പോവാണ്. അപ്പോൾ മാതാവ് എന്താണെന്ന് വെച്ചാൽ എത്രയും വേഗം എനിക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി വന്ന് ഏകദേശം ഒരു 10-60 വചനങ്ങളോളം ഞാൻ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഈ ബുക്കിലാണ് ഞാൻ അങ്ങനെ എഴുതാൻ തുടങ്ങിയത്. അപ്പോൾ അത് ഞാൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജപമാല ചൊല്ലുമ്പോൾ ഓരോ രഹസ്യം കഴിയുമ്പോഴും ഈ വചനങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു ജപമാല എന്ന് പറയുന്നത് ഏകദേശം ഒരു 50 മിനിറ്റോളം നിൽക്കുന്ന ഒരു ജപമാലയാണ് ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത്. പിന്നീട് അപ്പോൾ എനിക്കിങ്ങനെ കാര്യങ്ങളൊക്കെ വേഗം വേഗം മൂവായി. 4 ഇൻ്റർവ്യൂസ് പാസ്സായി. അതിൻ്റെ ഓഫർ ലെറ്റർ വന്നു. അപ്പോൾ ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത് ഓരോ ചൊവ്വാഴ്ചകളിലാണ്. ഏജൻസിക്കാർ ചിലപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ട് ബുധനാഴ്ചയാണെന്ന് പറയുമെങ്കിലും എനിക്ക് വരുന്ന മെസ്സേജസിലെല്ലാം അത് ചൊവ്വാഴ്ചയായിരിക്കും അത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ചൊവ്വാഴ്ചകളിൽ അച്ഛൻ്റെ ടോക്ക് കഴിയുമ്പോഴാണ് ഓരോ കോളും കൃത്യമായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഡെമോ ക്ലാസ്സിൻ്റെ ഒരു സമയത്ത് ഫസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ സമയം എനിക്ക് മാതാവ് ഒരു അടയാളം തന്നായിരുന്നു. ഞാനൊരു 2:30-3 മണിയുടെ സമയത്ത് അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ട ആ ഒരു സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. അപ്പോൾ അത് 7 തവണ കൈവിരിച്ച് പിടിച്ച് മുട്ടുകുത്തി എന്നാണ് ഞാൻ ചൊല്ലുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും, നീലത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ഒരു സമയത്ത് മാതാവ് എനിക്ക് റോസാപ്പൂവിൻ്റെ ഒരു അടയാളം തന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മെസ്സേജ് വന്നത്, ഇതുപോലെ ഇൻ്റർവ്യൂ ഉണ്ട്, സെലക്ട് ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഓരോ വചനങ്ങളും ഉടമ്പടിയുമായിട്ട് റിലേറ്റ് ചെയ്ത വചനങ്ങളാണ്. ദൈവം പഴയ നിയമ ജനതയോട് ചെയ്ത ഉടമ്പടിയുടെ ഓരോ വചനങ്ങളാണ് എനിക്ക് കിട്ടാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ പിന്നീട് എനിക്ക് സ്കൂളിലൊക്കെ സെലക്റ്റായി കഴിഞ്ഞപ്പോൾ സ്കൂളിൻ്റെ പേരുമായിട്ട് റിലേറ്റ് ചെയ്ത വചനങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. ഒലീവ് എന്നാണ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ ആ വചനങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. ഹോസിയ 14:5 എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. അവന് ഒലിവിൻ്റെയും മനോഹാരിതയും ലബനോൻ്റെ പരിമളവും ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മ മാതാവ് എനിക്ക് തരും എന്നുള്ളത്. അപ്പോൾ എൻ്റെ അമ്മച്ചിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു, മാതാവ് അത് ഉറപ്പിച്ചു, നിനക്ക് തന്നെയാണ്. പക്ഷേ എന്നാലും മാനുഷികമായ രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു. കാരണം ഒന്നും എനിക്ക് എന്താണെന്നൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും അറ്റസ്റ്റേഷൻ ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു. അതുപോലെ തന്നെ ഒക്ടോബർ 25 ഞാൻ ജപമാല റാലിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടി വന്ന് പങ്കെടുത്തു. അപ്പോൾ ആ ഒരു സമയത്ത് സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു ഇവിടുന്ന് ഇറങ്ങുന്ന ഒരു സമയത്ത്. അതുപോലെ തന്നെ ഞാൻ സ്കാർഫ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ജപമാല റാലിക്ക്. ഞാൻ ഓർത്ത് കൊന്ത ചൊല്ലി നടന്നാൽ മതിയല്ലോ, സ്കാർഫ് എൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു സ്കാർഫ് ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് ജപമാല ചൊല്ലി നടക്കാം, നോക്കട്ടെ എന്നുള്ള ഏൽപ്പെടുന്നു. എന്നിട്ട് ഞാൻ അമ്മച്ചനോട് പറഞ്ഞു, മാതാവ് എനിക്ക് മഴവില്ലൊരു അടയാളമായിട്ട് കാണിച്ചു തരികയാണെങ്കിൽ ഞാൻ സ്കാർഫ് ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് നമ്മൾ കടൽ തീരത്തോട് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് കാണാൻ പറ്റി മഴവില്ല്. അപ്പോൾ തന്നെ ഞാൻ സ്കാർഫ് എടുത്തിട്ട് മാതാവ് ചെയ്തതിന് സോറിയും പറഞ്ഞു. അതോടൊപ്പം തന്നെ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ നിയോഗങ്ങളും പ്ലസ് എൻ്റെ പാസ്പോർട്ടും ഞാൻ എൻ്റെ കയ്യിലുള്ള ബാഗിൽ വെച്ചിട്ടാണ് ഞാൻ ജപമാല ചൊല്ലി ജപമാല റാലിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു മാതാവിൻ്റെ മഴവില്ല് അവിടെ തെളിഞ്ഞിരിക്കുന്ന ഒരു അടയാളമായിട്ട്. കാരണം എല്ലാവരും ഇങ്ങനെ കൊന്ത ചൊല്ലി വേഗം നടന്നു പോകണം, ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ഞങ്ങൾ നോക്കിയപ്പോൾ. അപ്പോൾ ഞങ്ങൾ ആ പരിസരത്ത് നിന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്ത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ എൻ്റെ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ ഷൂസാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഷൂസിൽ കടൽ തീരത്തെ മണ്ണുണ്ടായിരുന്നു. അപ്പോൾ കുറേ പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനത് ക്ലീൻ ചെയ്യാനെടുത്തപ്പോൾ ഞാനിങ്ങനെ ആ മണ്ണ് എൻ്റെ കയ്യിലൊരു കൈക്കുമ്പിളിൽ മണ്ണിങ്ങനെ കിട്ടി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ലക്ഷക്കണക്കിന് പേര് അമ്മയുടെ ജപമാല ചൊല്ലി നടന്നു പോയ മണ്ണാണ്. അപ്പോൾ ആ മണ്ണ് ഞാൻ എൻ്റെ നടയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട് അതിൽ മുട്ടുകുത്തി എന്നാണ് കുറേ തവണ ഞാൻ പ്രാർത്ഥിച്ചത്. കുറച്ച് മണ്ണേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഒരാഴ്ചയോളം ഞാൻ അതിലിങ്ങനെ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടന്നു. എനിക്ക് വേഗം തന്നെ വിസ വന്നു, ഓഫർ ലെറ്റർ കാര്യങ്ങളൊക്കെ വന്നു. വിത്തിൻ 2 മന്ത്, അതായത് ഒക്ടോബർ 16 ഞാൻ ചെയ്തു. സെപ്റ്റംബർ 16 ആയപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. വീണ്ടും ഒക്ടോബർ 16 സെപ്റ്റംബർ 16 അതിനടുത്ത് തന്നെ ഡിസംബർ 16 ആ ഒരു സമയത്തിന് മുന്നേ തന്നെ എനിക്ക് എൻ്റെ വിസയും കിട്ടി, എൻ്റെ ടിക്കറ്റും കിട്ടി. ഈ വരുന്ന ഡിസംബർ 31 ഞാൻ ഖത്തറിലോട്ട് പോവുകയാണ്. പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഏറ്റവും നന്ദി പറയുന്നു എനിക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും. ഇതെൻ്റെ 1ാമത്തെ സാക്ഷ്യമാണ്. ഇനി 2ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു നല്ല ഭവനം ഉണ്ടായിരുന്നില്ല ആദ്യത്തെ സമയത്ത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലം വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി. അപ്പോൾ എത്ര നോക്കിയിട്ടും ഞങ്ങൾക്ക് ആ സ്ഥലം വിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനെ വന്ന് ഇവിടെ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് കാശുരൂപം തന്നു. അപ്പോൾ ഞാനും അമ്മച്ചിയും കുടുംബാംഗങ്ങളെല്ലാവരും ചെറിയ പ്രാർത്ഥന പോലെ ആ പറമ്പിന് ചുറ്റും നടന്ന് ജപമാല ചൊല്ലുമായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ കാശുരൂപം അവിടെ കുഴിച്ചിട്ടു. പിന്നെ വിഞ്ചരിച്ച ഉപ്പ് അവിടെ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞ് വരുമ്പോൾ ചെയ്യുമായിരുന്നു അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഏത് സ്ഥലമാണോ ഞങ്ങൾ വിൽക്കാനായിട്ട് ആഗ്രഹിച്ചത്, ഞങ്ങൾ കാശുരൂപം ഇട്ട ആ സ്ഥലത്തുകൂടി തന്നെയാണ് അതിങ്ങനെ അളന്ന് കൃത്യമായിട്ട് പോയത്. ഞങ്ങൾക്ക് വളരെ നല്ലൊരു മനോഹരമായ ഭവനം നൽകി അനുഗ്രഹിച്ചു. 2023 മാതാവ് തന്നത്. കോവിഡിൻ്റെ ആ ഒരു സമയമൊക്കെ ആയത് കാരണം എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചിരുന്നില്ല.
അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും നന്നായിട്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ നട തന്നെയാണ്. അപ്പോൾ ആര് വന്നാലും ഞങ്ങളുടെ വീട്ടിൽ അവർ പറയും ദൈവത്തിന് ഏറ്റവും മനോഹരമായൊരു സ്ഥലം നിങ്ങൾ ഒരുക്കി കൊടുത്തു എന്നുള്ളത്. ഇപ്പോഴും ഈ ഇത്തരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു. അത് മാതാവിൻ്റെ ഒരു വലിയ കൃപയാണെന്ന് ഞങ്ങളിപ്പോഴും വിശ്വസിക്കുന്നു. അപ്പം എനിക്ക് മാതാവ് ഒരുപാട് അടയാളങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു ഈ ഇൻ്റർവ്യൂസൊക്കെ പാസ്സാവണേൻ്റെ ആ സമയത്ത്. റോസാപ്പൂവിൻ്റെ ഇതിലും തിരിയിൽ പിന്നെ ഹാർട്ടിൻ്റെ ഇതിലൊക്കെ കണ്ടായിരുന്നു. അതുപോലെ സുഗന്ധാഭിഷേകം ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം പലപ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാനായിട്ട് മാതാവിൻ്റെ തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ ഉഴപ്പിക്കളഞ്ഞ ഉടമ്പടിയിൽ നിന്ന് തിരിച്ച് പുതുക്കി വന്നപ്പോൾ അകലാൻ കാണിച്ച ഒരു ഇതിൽ നിന്ന് ഏറ്റവും അടുക്കാനായിട്ട് 10 ഇരട്ടി തീക്ഷ്ണതയോടെ അടുത്ത് കഴിഞ്ഞപ്പോൾ മാതാവ് കൃപകൾ വാരിക്കോരി ചൊരിയുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത്. പിന്നീട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ക്രമീകരിക്കപ്പെട്ടപ്പോൾ മാതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഡിസംബർ 7-ാം തീയതി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മാതാവിനെ കാണാൻ വേണ്ടിയിട്ട്. ഒരു 3 മണിക്കൂറോളം ഞങ്ങൾ ക്യൂവിൽ നിന്ന് മാതാവിനെ കണ്ടു. അന്ന് മാതാവിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ മുട്ടിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ മാതാവിനും എൻ്റെ പൊന്നീശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് പാടില്ലാതെ ഒരു ഓപ്പറേഷൻ ചെയ്തൊരു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരു മാസത്തേക്ക് അല്ലെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ അനാഥാലയത്തിൽ സന്ദർശിച്ച് അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിനുള്ള പൈസ കൊടുക്കുമായിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ കാണുന്ന ഇതിലൊക്കെ ജെനുവിനായിട്ടുള്ള കേസസിൽ എന്നാൽ കഴിയാവുന്ന വിധത്തിൽ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു, ധനസഹായം ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞതിന് ശേഷം ഓരോ മാസം ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചിട്ട് പോകും. എന്നിട്ട് ആ പത്രത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലും, ഒരു സ്വർഗസ്സനായി നന്മ നിറഞ്ഞവരെയും ചൊല്ലി അതിൻ്റെ ഒപ്പം വിശുദ്ധ തൈലവും പുരട്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടേ കൊടുത്തിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ കൊടുക്കുമ്പോൾ കുറേ പേര് കിട്ടിയെന്ന് പറയും, അല്ലെങ്കിൽ വാങ്ങിക്കില്ല. അപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. അപ്പോൾ ഞാനത് പിന്നീട് ഒന്നും കൂടി പ്രാർത്ഥിച്ചിട്ട് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ആളുകൾ ചോദിക്കും, നിങ്ങളുടെ നിയോഗം, മോളുടെ നിയോഗം എന്താ, ഞാനും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഒരു നല്ല വലിയൊരു അനുഭവമായിരുന്നു. ഇനിയും ആത്മീയമായിട്ട് ഒത്തിരി വളരാനായിട്ട് മാതാവ് എന്നെ സഹായിച്ചു. ജപമാലകൾ ചൊല്ലാനും പരിശുദ്ധ കുർബാനയിൽ വളരെ ഭക്തിയോടുകൂടി പങ്കെടുക്കാനും കുമ്പസാരത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ എല്ലാം മാതാവ് വളരെ ശക്തമായിട്ട് തന്നെ എനിക്ക് പ്രചോദനം നൽകി എന്നെ സഹായിച്ചു. ഇതിനെല്ലാത്തിനും പരിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും ഒത്തിരി കോടാനുകോടി നന്ദി പറയുന്നു. ഈ അൾത്താരയിൽ നിന്ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് ഞങ്ങളെ സാക്ഷിയാക്കിയതിന് 1000 നന്ദി പറയുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ കൊച്ചുറാണി, ഇതെൻ്റെ മകൾ, 2ാമത്തെ മകൾ കീർത്തി, അവളുടെ ഹസ്ബൻഡ് ചാർലി, ഇത് ഞങ്ങൾക്കുണ്ടായ കുഞ്ഞു കൊച്ച് ടെസ്സ. ഞങ്ങൾ കാരണംകോട് ഇടവകയിൽ നിന്ന് വരുന്ന എറണാകുളത്തുനിന്ന്. ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ കടന്നു വരുന്നത് 2019-ലാണ്. പക്ഷേ അന്ന് സിസ്റ്ററിൻ്റെ കൂടെ വന്നതായിരുന്നു. അവൾ ഒന്ന് ഉടമ്പടിയൊക്കെ എടുത്തു, ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ല, ഞാൻ വെറുതെ പ്രാർത്ഥിച്ചിട്ട് പോയി. പക്ഷേ പോകുമ്പോൾ മാതാവിൻ്റെ ഒരു ബുക്കും ഉപ്പും തേനും അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് 2 മെഴുതിരിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അത് വെച്ച് അടുത്ത ദിവസം തുടങ്ങി ആ പ്രാർത്ഥനയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഉടമ്പടി എടുക്കാൻ പിന്നെയും ചിന്ത വന്നില്ല. 1 കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു. ഇടയ്ക്ക് സിസ്റ്ററിൻ്റെ കൂടെ ഇവിടെ വരും, നല്ലതായിട്ട് പ്രാർത്ഥിച്ച് ആ ദിവസം അങ്ങനെ മാതാവിൻ്റെ കൂടെ ചിലവഴിച്ച് തിരിച്ചു പോകും. അങ്ങനെ 2024 എൻ്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് 20 അവളുടെ കല്യാണം കഴിഞ്ഞ് 25 വർഷമായിട്ടും അവൾ കൺസീവ് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒത്തിരി പ്രാർത്ഥനയും അതൊക്കെ നടത്തി. ഈ മാതാവിനോടുള്ള പ്രാർത്ഥന ഞാൻ വീട്ടിൽ നടത്തുന്നു എന്നല്ലാണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക ഒന്നും ചെയ്തില്ല. പക്ഷെ ആ ദിവസങ്ങളിൽ എനിക്കെന്തോ ഭയങ്കര ഒരു ആഗ്രഹം തോന്നി. ഉടമ്പടി ആരോ ഉള്ളിലിരുന്ന് ഇങ്ങനെ മന്ത്രിക്കുന്നത് പോലെ, ഉടമ്പടി എടുക്കുക. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരെടുത്തുള്ളവരുണ്ട്, എൻ്റെ റിലേറ്റീവ്സ് കുറേ പേരുണ്ട്. അവരൊക്കെ പറഞ്ഞ് മുമ്പും പറയാറുണ്ട്. പക്ഷെ അപ്പോഴാണ് എനിക്ക് അതൊന്ന് ഇതായിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഞാൻ വന്ന് കുറേ നാളുകളുടെ ആലോചനയ്ക്ക് ശേഷം മെയ് 30-ന് ഞാൻ ഉടമ്പടി എടുത്തു. ആ ഉടമ്പടി എടുത്ത് 15th ഡേ എൻ്റെ മോള് കൺസീവായി എന്നുള്ള ന്യൂസ് എനിക്ക് കിട്ടി. അതുവരെ കുറേ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു, വലിയ പ്രോബ്ലമൊന്നും ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ ചെറിയ ഏതാണ്ടൊക്കെ ഉണ്ട്. അതിനെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് മോള് പറയും. എൻ്റെ പേര് കീർത്തി. ഈശോ അമ്മ മാതാവ് ത്രൂ തന്ന ടെസക്കുട്ടിയുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്.
ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. ഇന്ന് ഇങ്ങനത്തെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഈ അൾത്താരയിൽ ഇവിടെ സാക്ഷ്യം, ഈ കുഞ്ഞിന് വേണ്ടി സാക്ഷ്യം പറയാൻ തന്ന അനുഗ്രഹത്തിന് 1000 ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. അപ്പോൾ അറൗണ്ട് ഒരു 4.5 years ആയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുമായിരുന്നു, കൺസീവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അതുവരെ ഡോക്ടേഴ്സിനൊന്നും കണ്ടില്ല. 4.5 years അങ്ങനെ കടന്നുപോയി. അത് കഴിഞ്ഞ് 4.5 years ആയപ്പോൾ ആൾക്കാരൊക്കെ ചോദിച്ചു തുടങ്ങി, നമ്മൾക്ക് എന്താ നിങ്ങൾ ട്രൈ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് പിള്ളേരൊന്നും വേണ്ടേ? അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ, ഇറ്റ്സ് ബെസ്റ്റ് ടു ഗോ ടു എ ഡോക്ടർ. നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി, ഡോക്ടർ ടെസ്റ്റുകളൊക്കെ ചെയ്തു, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു അൾട്രാസൗണ്ട് ചെയ്തു. അതിൻ്റെ അകത്ത് ലെഫ്റ്റ് ഓവറിയിൽ ഒരു ചെറിയൊരു എൻഡോമെട്രിയോസിസ് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ നമുക്കിത് സ്ക്രാപ്പ് ഓഫ് ചെയ്ത് നോക്കാം. സ്ക്രാപ്പ് ഓഫ് ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരത്തി നെക്സ്റ്റ് ഒരു റിവ്യൂ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ അത് അത്ര വലിയ കാര്യമൊന്നുമല്ല, ഞങ്ങൾ സ്ക്രാപ്പ് ഓഫ് ചെയ്തു, ഇനി നമുക്ക് നോക്കാം, ഇനിയൊക്കെ ദൈവത്തിൻ്റെ കയ്യില, നമുക്ക് നോക്കാം, ഇനിയും ഒന്നും ഉണ്ടായില്ലെങ്കിൽ പ്രോബ്ലി നമുക്ക് IUI അല്ലെങ്കിൽ IVF ചിന്തിക്കേണ്ടി വരുമായിരിക്കും എന്ന് പറഞ്ഞു. അത് പുള്ളിക്കാരത്തി ഇങ്ങനെ റാൻഡമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ അത് എൻ്റെ ഹൃദയത്തിൽ തറഞ്ഞു കയറി. എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന്. അതൊന്നും നമ്മൾ ആ സമയത്തൊന്നും അതിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പം അങ്ങനെ ഭയങ്കര വേവലാതിയും വിഷമവും, എവിടെ പോകണം, ആരുടെ അടുത്ത് പോകണം, എന്ത് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. പ്രാർത്ഥിക്കുമായിരുന്നു, നല്ലതായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം മമ്മി പെട്ടെന്ന് പറയുന്നത്. ഒരു ദിവസം വിളിച്ചിട്ട് മമ്മി പറഞ്ഞു എനിക്കെന്തോ കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കാൻ ആരോ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുക. അന്ന് മമ്മി ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് അന്ന് തൊട്ട് മമ്മി എനിക്ക് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ അയച്ചു വരുമായിരുന്നു. അതുപോലെ ജപമാല ഞാൻ നല്ലതായിട്ട് ചെല്ലുമായിരുന്നു. അങ്ങനെ ഇരിക്കെ മമ്മി ഉടമ്പടി എടുത്ത് 15th day ഐ എം ഗെറ്റിംഗ് എ ന്യൂസ് ദാറ്റ് ഐ ഹവ് കൺസീവ്ഡ്. അപ്പോൾ ഒരു രോഗം നമ്മുടെ മേത്തുണ്ടെങ്കിൽ നമുക്കറിയാം, അത് ട്രീറ്റ് ചെയ്ത് മാറും, അപ്പം നമുക്ക് കുട്ടിയുണ്ടാവും. ഇതൊന്നും പ്രശ്നമൊന്നും ഇല്ലാതെ നമ്മൾ എന്താ ചെയ്യാൻ നമുക്കറിയത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് മാതാവ് ഇറങ്ങി വന്ന് ഈ കുഞ്ഞാവേനെ ഞങ്ങൾക്ക് തന്നത്. സോ ഇതിനെത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഡെലിവറി പെർഫെക്റ്റ്ലി എല്ലാം ഓൾ റൈറ്റാണ്, ബേബി ഹെൽത്തി ആയിരുന്നു. ഡെലിവറി കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം എനിക്ക് കുറച്ച് പ്രശ്നങ്ങളും ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ എഗെയിൻ എനിക്കറിയത്തില്ല എന്താ ചെയ്യണ്ടേ. മമ്മി അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു നീ ഉടമ്പടി എടുക്കുക, ചിലപ്പോൾ മാതാവ് അതിന് വേണ്ടിയായിരിക്കും, ഉടമ്പടി എടുക്കുക. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ, എന്നെക്കൊണ്ട് അത് പറ്റുമോ. നമ്മൾ നല്ലതായിട്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ ചെയ്യുന്നതൊക്കെ ആൾക്കാരാണ്, പക്ഷേ എന്നാലും ഇത് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമോ. എടുത്തു കഴിഞ്ഞിട്ട് ഫ്ലോപ്പായി കഴിഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല. അങ്ങനെ പ്രാർത്ഥിച്ച് രണ്ടും കൽപ്പിച്ച് ഒരു ദിവസം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അസുഖം വന്നു എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല എവിടേക്കാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. കുറേ ആൾക്കാർ അത് പറയുന്നുണ്ട്, കുറേ ആൾക്കാർ ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ്, അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു നാട്ടിൽ വായോ, ചില ആൾക്കാർ പറഞ്ഞു ഓസ്ട്രേലിയയിൽ തന്നെ നിൽക്ക്, ഏത് ഡോക്ടറിൻ്റെ അടുത്ത് പോകണം ഒന്നും അറിയത്തില്ലാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെ പേര് കിട്ടി. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് എല്ലാവരും പറഞ്ഞു നല്ല ഡോക്ടറാണ്, പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഈ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ പോകണോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ദിവസം ഞങ്ങളൊരു രാവിലെ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ടോക്ക് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ എല്ലാവരും മനസ്സിൽ ആ ഡോക്ടറിൻ്റെ പേര് വെച്ച് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. ജസ്റ്റ് അച്ഛൻ ടോക്ക് സ്റ്റാർട്ട് ചെയ്ത ആ നിമിഷം ഞങ്ങളുടെ ആൽഫ്രെസ്കോ, ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ആൽഫ്രെസ്കോയിൽ മാതാവിൻ്റെ ഒരു റെയിൻബോ വന്നു. അത് കഴിഞ്ഞ് അച്ഛൻ കറക്റ്റ് ടോക്ക് കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ ടി വിയിൽ അച്ഛൻ്റെ ടോക്ക് കറക്റ്റ് കഴിഞ്ഞ ആ സമയത്ത് ആ റെയിൻബോ അപ്രത്യക്ഷമായി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇറ്റ് ഇസ് എ ഗ്രീൻ സിഗ്നൽ ഫ്രം മദർ മേരി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ മദർ മേരി ഗ്രീൻ സിഗ്നൽ തന്നു, ലെറ്റ്സ് ഗോ. ആൻഡ് ട്രസ്റ്റ് മീ ആ എൻറ്റയർ പ്രോസസ്സ് ഒരു 4 to 6 months ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് പോയെന്ന്. എനിക്ക് സത്യം സമയം കിട്ടും. ഐ വാസ് ബിസി വിത്ത് ടെസ. പക്ഷേ എനിക്കറിയത്തില്ല അമ്മ മാതാവ് എന്നെ ഇങ്ങനെയാണ് കൊണ്ടുപോയത്. ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ചിട്ടാണ് അമ്മ മാതാവ് എന്നെ കൊണ്ടുപോയത്. അപ്പോൾ എല്ലാത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും പറയാനാണെങ്കിൽ 1000 അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈ ഫുൾ ജേർണിയിൽ തന്നിട്ടുണ്ട്.
അപ്പോൾ എന്താണെങ്കിലും അമ്മ മാതാവിനും ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 കോടാനുകോടി നന്ദി. അതുപോലെ ഞങ്ങൾക്ക് ബ്രിസ്ബെയിനിൽ ഒരു കൃപാസനത്തിൻ്റെ ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കൃപാസനം റാലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വൺ ഓഫ് ദി ലീഡറാണ് ആ ഗ്രൂപ്പിൻ്റെ. അതുപോലെ പത്രം കൊടുക്കലാണെങ്കിലും ഞങ്ങൾ മെയിൻലി മലയാളികൾക്കൊന്നും പത്രം കൊടുക്കാറില്ല. അവിടെ ഞങ്ങൾ മെയിൻലി ഇംഗ്ലീഷുകാരെ നോക്കും, അവർക്ക് പത്രം കൊടുക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മുടെ ടെസ്റ്റിമോണീസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് ബോധ്യം വരുത്തിയിട്ടേ നമ്മൾ പത്രം കൊടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നിന്ന് നമ്മൾ സംസാരിക്കും അവരോട്. അവർ അത്രയും ഹാപ്പിയാണ്. എന്താണ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർ ഹാപ്പിയാണ്. അത് റിസീവിങ് എൻഡിലത്തെ ആൾ ഹാപ്പി ആണെങ്കിൽ മാത്രമേ നമുക്ക് അത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ ഫുൾ നിന്ന് അത് കേട്ട് താങ്ക് യു പറഞ്ഞിട്ടാണ് പത്രം വാങ്ങിക്കാറ്. അതുപോലെ തന്നെ ഞങ്ങൾ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു എൽഡോസ് എന്ന് പറഞ്ഞിട്ടൊരു സദനമുണ്ട്. അവിടെ വയ്യാത്ത ആൾക്കാരാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് പറ്റുന്ന ഒരു എമൗണ്ട് എല്ലാ മാസവും കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ നിയർ ബൈ ആൾക്കാർക്ക്, ഫ്രണ്ട്സിന്, ഫാമിലീസിന്, നമുക്ക് അറിയാത്ത ആൾക്കാർ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. ബാക്കി മമ്മി പറയും. പിന്നെ ഞങ്ങൾ നാഗ്പൂരിലായിരുന്നു. ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിലെ ടീച്ചറായിരുന്നു. റിട്ടയർ ചെയ്തിപ്പം. അപ്പം അവിടെ വെച്ച് കുറച്ച് ഹസ്ബൻഡും ഞാനും അവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പം ആ സമയത്ത് കുറേ പ്ലോട്ടുകൾ അവിടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. പിന്നെ അവിടെ നോക്കാനും പിടിക്കാനും ആരും റിലേറ്റീവ്സും ആരുമില്ല. അപ്പം അതിങ്ങനെ അന്യാധീനപ്പെട്ട പോലെ കിടക്കുക. ഞാൻ ഒത്തിരി ഫ്രണ്ട്സിനെ വെച്ചു, ഏജൻസിനെ വെച്ചു, ഒക്കെ നോക്കി ഒരു രക്ഷയില്ല. പിന്നെ ഉടമ്പടി എടുത്തപ്പോൾ ഒരു നിയോഗം ഞാൻ അതായിരുന്നു വെച്ചേ, എൻ്റെ മാതാവേ, മക്കൾക്ക് അർഹതപ്പെട്ടത് അന്യാധീനപ്പെട്ട് പോകാതെ അവർക്ക് കിട്ടണേ, അതിനുവേണ്ടി അമ്മ എന്തെങ്കിലും ചെയ്യണമെന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഈ ഉടമ്പടി എടുത്തു. 90 ദിവസം ആയില്ല. അതിൻ്റെ മുമ്പേ ഞാൻ മൂത്തമോളുടെ കൂടെ US-ലായിരുന്നു. ആ നാഗ്പൂരിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്തേക്കാം, മേഡം ഇങ്ങനെ പ്ലോട്ട് ഉണ്ടല്ലോ, ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആരാണ് എന്താണ് ഇവിടുന്ന് നമ്പർ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അത്ര നാളും ഫെൻസിങ് ഒക്കെ ചെയ്ത് ആ ഇത് വയ്ക്കില്ല, പ്ലോട്ട് ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ ആ ബോർഡൊക്കെ തല്ലി തകർത്തു എന്നൊക്കെ ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നൊന്നും ആരും വിളിച്ചില്ല. ഈ തല്ലി തകർന്ന പ്ലോട്ടിൽ മണ്ണ് പറ്റിക്കിടന്ന് അതിന്ന് നമ്പർ കിട്ടി. അയാൾ വിളിച്ച് വേറൊരാൾ മത്സരബുദ്ധിയോടെ അതിനുവേണ്ടി തർക്കിച്ച് അങ്ങനെയൊക്കെ ആയി. ഞാൻ നാട്ടിലെത്തി 1 മാസം കഴിഞ്ഞപ്പോൾ ഡോക്യുമെൻസിൻ്റെ വേറെ ഒരു പ്രോബ്ലവും ഇല്ലാതെ വളരെ കൂളായിട്ട് ആ പ്ലോട്ട് വിറ്റ് പൈസ മുഴുവൻ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റി. അത് അമ്മ ചെന്ന് ഒരുക്കി തന്നതാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ എനിക്ക് നൈബറുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. കുറേ കാലങ്ങളായിട്ട് ഹസ്ബൻഡ്സ് കൂടി ഒരുമിച്ച് വാങ്ങിച്ചിട്ടുള്ള പ്ലോട്ടാണ്. അപ്പോൾ ഒരുമിച്ചായിരുന്നു അത് കിടന്നേ, ഡിവൈഡ് ചെയ്യാതെ. അത് ഞങ്ങൾ സ്ഥലത്തില്ലാത്തപ്പോൾ അവരത് തിരിച്ച് കെട്ടി. അതിലെന്തോ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് കാര്യം എന്താണെന്ന് തുറന്നു പറയാതെ അവർ കേസിനും അതിനൊക്കെ പോയി. അങ്ങനെ അതും കിടന്ന് കുറേ കാലമായിട്ട് കിടന്ന് വിഷമിക്കുകയായിരുന്നു. ഈ ഉടമ്പടിയിൽ ഒരു നിയോഗം ഞാൻ അതാ വെച്ചത്. നൈബേഴ്സായിട്ടുള്ള പിണക്കം അത്ര ഒരു സുഖമില്ലാത്തതായതുകൊണ്ട്. മാത്രമല്ല ബൈബിള് ഞാൻ എപ്പോൾ എടുത്ത് വായിക്കാൻ തുടങ്ങിയാലും അയൽപ്പക്കക്കാരനോട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഇൻസ്ട്രക്ഷൻ്റെ വെളിച്ചത്തിൽ ഞാനും അവരുമായിട്ടൊന്ന് രമ്യതയാവാൻ നോക്കി. അങ്ങനെ ഇപ്പോൾ സെറ്റിൽമെൻ്റ് ആയതിൻ്റെ 2 പേരും സമ്മതിച്ചു. മതിൽ പൊളിച്ചത് കറക്റ്റ് ചെയ്യാമെന്നുള്ള അതിലും വന്നു. അപ്പോൾ അതും അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോവാണ്. എല്ലാവരുടെയും പ്രാർത്ഥന അതിനും വേണം. അങ്ങനെ മാതാവ് തന്ന ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ഈശോയിലൂടെ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. 1000 നന്ദി, സ്തുതി. കാരുണ്യപ്രവൃത്തികൾ നമ്മുടെ അടുത്തുള്ള ചുറ്റുപാടിലുള്ള ആളുകൾക്ക് ആർക്ക് അങ്ങനെ ക്യാൻസറോ അങ്ങനെ മാരകമായ എന്ത് അസുഖം ഉണ്ടെങ്കിലും അവർക്ക് ഞാനൊരു എമൗണ്ട് കൊടുക്കാറുണ്ട്. മക്കൾ അവരുടെ ഓസ്ട്രേലിയയിൽ ചെയ്യും, ഞാനിവിടെ കാരണം കൊടുത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പള്ളി വഴിയും കൊടുക്കും. പള്ളിയിലേക്ക് ഓരോ ഫണ്ടുണ്ടല്ലോ, അതിലേക്ക് ഒരു പതിവായിട്ട് ഒരു എമൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മളറിയുന്ന നമ്മുടെ സർവൻസ് ആണെങ്കിലും റിലേറ്റീവ്സിൽ അത്യാവശ്യമുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് അങ്ങനെ ആരുടെ ആണെങ്കിലും അങ്ങനെ നമ്മുടെ ഇതിൽ നോട്ടീസിൽ പെട്ടാൽ അവരെ ഞങ്ങൾ സഹായിക്കാറുണ്ട്. അങ്ങനെ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നു. വൃദ്ധസദനങ്ങളിലും ശിശുഭവനുകളിലൊക്കെ ഒരു 2-3 മാസമാകുമ്പോൾ ആ ഒരു നിയോഗം വെച്ച് ഭക്ഷണം കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ അതൊക്കെ ആയിട്ട് ചെയ്യുന്നു. ദൈവനാമത്തിന് സ്തുതി. മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. എൻ്റെ പേര് ലിജി. ഞാൻ അങ്കമാലിയിലാണ് എൻ്റെ വീട്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ വാഗയിലാണ്. എനിക്ക് 2023 നവംബറിൽ പെട്ടെന്നൊരു സർജറി വേണ്ടി വന്നു. ബവൽ ഒബ്സ്ട്രക്ഷൻ കാരണമായിരുന്നു. ആ സർജറിയുടെ റിസൾട്ട് വന്നത്
പോസിറ്റീവ് ക്യാൻസർ എന്നായിരുന്നു. അപ്പോൾ ഭയങ്കര വിഷമമാകുകയും വീട്ടിലുള്ളവരോട് വിളിച്ചു പറയുകയും അപ്പോൾ ചേച്ചി കൃപാസനം മാതാവിൻ്റെ അടുത്ത് എന്നും വരാറുണ്ടെന്നറിയാം, ചേച്ചിയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പോസിറ്റീവായ ക്യാൻസറിന് കീമോതെറാപ്പി വേണമെന്നും 12 സൈക്കിൾ 6 മാസത്തോളം കീമോതെറാപ്പി വേണമെന്നും പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ചേച്ചി ഉടമ്പടി എടുക്കും. ചേച്ചി അതിനുശേഷം അയച്ചു തന്ന സാക്ഷ്യം കാണുകയും ജോസഫ് അച്ഛൻ്റെ ധ്യാനം ഞങ്ങൾ കുടുംബത്തോടൊപ്പം കേൾക്കുകയും മാതാവിനോട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾ കൊന്ത ചെല്ലും, എന്നാലും ഇതൊരിച്ചിരി എല്ലാ കാര്യങ്ങളിലും നമ്മൾ പുറത്തൊക്കെ ആയിരിക്കുമ്പോൾ തിരക്കുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരിച്ചിരി കൊന്ത ചെല്ലാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എല്ലാം മാറ്റിവെച്ച് ഒന്നിച്ചിരുന്ന് കൊന്ത ചെല്ലാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അങ്ങനെ ഇത് ഹസ്ബൻഡിൻ്റെ പെങ്ങളാണ്, ചേച്ചിയാണ് കൃപാസനത്തിൽ വരികയും എന്നും പ്രാർത്ഥിക്കുകയും എല്ലാവരോടും മാതാവിനെക്കുറിച്ച് പറയുകയും ചെയ്യുമായിരുന്നു. ചേച്ചി ഉടമ്പടി എടുത്തു. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു മാതാവ് കാത്തോളും, ഒരു കുഴപ്പമില്ല, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ എനിക്ക് നല്ല വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം ഫോളോ അപ്പ് ചെയ്ത് കീമോതെറാപ്പി കഴിഞ്ഞ് ഫോളോ അപ്പ് ചെയ്ത് പെറ്റ് സ്കാനിൽ അബ്ഡോമിനൽ മെറ്റസ്റ്റാസിസ് എന്ന റിസൾട്ടാണ് വന്നത്. ഓങ്കോളജിസ്റ്റ് പറഞ്ഞു ഒന്നും ചെയ്യാനില്ല ചേച്ചി, ഇനി ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല. നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം വന്ന റിസൾട്ടാണിത്. ഒന്നും ചെയ്യാനില്ല, സർജറി ഒരു ഓപ്ഷനേ അല്ല. കൊളോണോസ്കോപ്പിക്ക് ആഴ്ച തന്നെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. കൊളോണോസ്കോപ്പി ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. കൊളോണോസ്കോപ്പി ചെയ്യാനുള്ള ഡോക്ടറെ കണ്ടിട്ട് പറയുക ഒന്നും ചെയ്തിട്ടൊരു കാര്യവുമില്ല, അത് ക്യാൻസൽ ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊളോണോസ്കോപ്പി ചെയ്യുന്ന ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇതുപോലത്തെ ഇതിന് മുന്നേ വന്നേക്കുന്ന ഒരു കേസ് സിഡ്നിയിൽ ഉള്ളൊരു ഡോക്ടറിന് റെഫർ ചെയ്തിട്ടുണ്ട്. ആ ഡോക്ടറുമായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് പറയാം, എന്തായാലും നമുക്ക് കൊളോണോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നും പ്രാർത്ഥിക്കുകയും സാക്ഷ്യം കേൾക്കുകയും ചേച്ചി അയച്ചു തരുന്ന എല്ലാം കേൾക്കുകയും ഓസ്ട്രേലിയയിൽ വളരുന്ന പിള്ളേരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിനുശേഷം ഈ കൊളോണോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് മാതാവിനോട് കൊന്ത ചൊല്ലിക്കൊണ്ട് അവിടെ ഇരുന്ന് മാതാവെ കാത്തോളണമേ എന്ന് പറഞ്ഞ് കൊന്ത പിടിച്ചുകൊണ്ടാണ് കൊളോണോസ്കോപ്പി പോയത്. ആ കൊളോണോസ്കോപ്പിയിൽ ആ ഡോക്ടറിന് സ്കോപ്പ് കയറ്റാൻ പറ്റിയില്ല. അത്രയേറെ മാസ് അബ്ഡോമിനലുള്ളതുകൊണ്ട് ബവൽ ചെറുതായി പോയതുകൊണ്ട് കയറ്റാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ കേസ് സിഡ്നിയിലെ ഡോക്ടറിനെ റെഫർ ചെയ്യുകയും പെട്ടെന്ന് പിറ്റത്തെ ആഴ്ച തന്നെ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി ചെയ്തതിന് ശേഷം വലിയൊരു സർജറി വേണം, 10 മണിക്കൂറോളം നിൽക്കും. അതുവരെ ഇടയ്ക്ക് ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു, ജോലിയൊക്കെ ഇത് ചെയ്യണം. എത്ര നാളത്തോട്ട് അതിന് റിക്കവറി ഉണ്ടാകുമെന്നൊന്നും അറിയില്ല. എല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്തു. ഡേറ്റ് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിയോട് വീണ്ടും പറയുകയും ചേച്ചി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഇതിനോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേറൊരു പ്രതിസന്ധി ഉള്ളത്, ഈ ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടത്തു നിന്ന് 4 മണിക്കൂർ മാറി ഉള്ള സ്ഥലത്താണ് സർജറിക്ക് പോകേണ്ടത്. അപ്പോൾ പിള്ളേരെ ഞങ്ങൾക്ക് 18, 17, 13 വയസ്സുള്ള പിള്ളേരാണ്. പിള്ളേരെ എവിടെയാക്കുന്നൊരു വിഷമമുണ്ട്. മാതാവിനോട് മുറുകെ പ്രാർത്ഥിച്ചുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പം ചേച്ചി പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാമെന്ന് പറയുകയും എല്ലാ വിസയും പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്തു. ചേച്ചി വന്നപ്പോൾ ചേച്ചി ഉടമ്പടിയുടെ തൈലവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥനാ പുസ്തകവും തിരിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും വയറിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഡേറ്റ് കിട്ടിയില്ല, സർജറിക്കുള്ള ഡേറ്റ് പെട്ടെന്നൊന്നും കിട്ടിയില്ല. ഓഗസ്റ്റ് 2024 പകുതിയോടെയാണ് ഡയഗ്നോസ്റ്റിക് ടാപ്പ് ചെയ്തത്. അതിനുശേഷം ഡേറ്റ് കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചു. ഇത് പെട്ടെന്ന് ഒരു ഫുൾ കോഴ്സ് 12 കീമോതെറാപ്പി കഴിഞ്ഞിട്ടും ഇങ്ങനെ വന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇനി എങ്ങോട്ടൊക്കെയാണ് ഇത് പോകുന്നത്, മാതാവെ രക്ഷിക്കണേന്ന് എന്നും വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ചേച്ചി വന്നതിന് ശേഷം ഹസ്ബൻഡ് ഉടമ്പടി എടുത്തുവന്ന് അവർ തമ്മിലുള്ള ഒരു സംസാരത്തിൽ നിന്ന് ഞാൻ കേൾക്കുകയും ഹസ്ബൻഡ് ഉടമ്പടി എടുത്തതിനാണ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ദുഃഖം ആണല്ലോ എന്നോർത്ത് ഞാനും ഉടമ്പടി എടുക്കുകയും ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. അങ്ങനെ ഉടമ്പടി എടുത്ത ഒരു ദിവസം ആ ആഴ്ച തന്നെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു സുഗന്ധം തൈലത്തിന് മണം വരികയും എപ്പോഴും എനിക്ക് ഡോക്ടറുടെ ഒരു ഇതും വന്നിട്ടില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്തെങ്കിലും ഒന്ന് പറയും. ചേച്ചി വന്നു, ചേച്ചിക്ക് ആകെ മാക്സിമം 4
4 ആഴ്ച നമ്മുടെ കൂടെ നിൽക്കാനുള്ളൂ, അതിനുള്ളിൽ സർജറി നടന്നില്ലെങ്കിൽ പിള്ളേരുടെ കാര്യം പിന്നെയും അവതാളത്തിലാവുകയെന്ന് പറയുകയും അപ്പം തന്നെ ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് ഫോൺ വരികയും രാത്രി 9 മണിയായിരുന്നു. രാത്രി 9 മണിക്കൊന്നും നമ്മളാരും ഇത് കൺസൾട്ടേഷൻ ഡോക്ടർ വിളിക്കണമെന്നൊന്നും കേട്ടിട്ടില്ല. പക്ഷേ അത് കൺസൾട്ടേഷൻ ഡോക്ടറായിരുന്നു. ഒക്ടോബർ 1-ാം തീയതിയിലോട്ട് ഡേറ്റ് തരികയും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒക്ടോബർ 1-ാം തീയതി എന്ന് എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഒരു ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് വീണ്ടും പറഞ്ഞു, മാതാവ് എല്ലാവർക്കും ഈ ഒക്ടോബർ 1-ാം തീയതിയോടെ എന്തോ ഒരു വിഷമം, എനിക്ക് വേറൊരു ഡേറ്റ് എങ്ങനെയും തരാമോ, അടുപ്പിച്ച് തന്നെ എന്ന് പറഞ്ഞപ്പോൾ ആ ആഴ്ച തന്നെ ഒരു ഫോൺ കോളും കൂടി വന്നു. ഒരു 30 വയസ്സുള്ള കുട്ടിക്ക് പെട്ടെന്ന് സർജറി വേണം, അതുകൊണ്ട് അത് എൻ്റെ കേസിനേക്കാളും വളരെ കോംപ്ലിക്കേറ്റഡ് കേസാണ്, അതുകൊണ്ട് ആ ഡേറ്റ് അവർക്ക് കൊടുക്കുവാണ്. ഒക്ടോബർ 10-ാം തീയതി ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറഞ്ഞു. എല്ലാ ദിവസവും ഞങ്ങൾ തൈലം പൂശുകയും ധ്യാനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ചേച്ചി മുഴുവൻ നേരവും മക്കളോട് കൂടി ഉണ്ടായിരിക്കുകയും എല്ലാം പ്രാർത്ഥിക്കുകയും ചെയ്തു. സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം 1500 കേസ് ചെയ്തിട്ടുള്ള ഡോക്ടറാണ് ചെയ്തത്. ഒരു 18 പീസോളം അബ്ഡോമിനിൽ നിന്ന് അവർ ക്യാൻസർ സെൽസ് എന്ന് തോന്നിയ ഭാഗങ്ങൾ മാറ്റി. പക്ഷേ എൻ്റെ മനസ്സിൽ അന്നേരവും ഞങ്ങളെല്ലാവരും ഉറച്ച് വിശ്വസിച്ചു ഇത് ക്യാൻസർ ഇനി ഉണ്ടാവില്ല, ഒരു ഇൻഫ്ലമേഷൻ ആയിരിക്കും, മാതാവ് ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ചു. ആ റിസൾട്ട് വന്ന് ഡോക്ടർ സർജറി കഴിഞ്ഞ് റിസൾട്ട് പറയാൻ വേണ്ടി വന്നത് ഇതൊരു അത്ഭുതമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഡോക്ടർ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഞാൻ കാണുന്നത്. ഒരു സെല്ല് പോലും ക്യാൻസർ ആണെന്ന് പറഞ്ഞില്ല, എല്ലാം നോ എവിഡൻസ് ഓഫ് ക്യാൻസറസ് സെൽസ് ഓഫ് 18 പീസസ്, അതാണ് റിസൾട്ട് വന്നത്. അതോടൊപ്പം തന്നെ മാതാവിന് ഞാൻ ദർശിക്കുന്ന മാതിരി ഒരു അനുഭവം. ഈ സർജറി കഴിഞ്ഞ് പിറ്റേ ദിവസം വെൻറ്റിലേറ്ററിൽ നിന്ന് അവരെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ICUലായിരുന്നു. മയങ്ങി പോകുമ്പോൾ വേറെ ഒന്നും ഓർമ്മയില്ല, എന്തൊക്കെയോ ഒരു മഞ്ഞ കളറുള്ള കുറച്ച് സാധനങ്ങളും ഒരു നീല കളറും മാത്രം എനിക്ക് കാണാം. എനിക്കൊന്നും മനസ്സിലായില്ല ഇതെന്താണെന്ന്. അതിനുള്ള അനസ്തേഷ്യയൊക്കെ തന്ന അതിനുള്ള ഒന്നും തോന്നിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് കൃപാസന മാതാവ് എന്നോടൊപ്പം ആയിരുന്നതാണ്, എന്നെ കാത്തു പരിപാലിക്കുന്നതാണെന്ന്. അതുപോലെ സർജറിക്ക് കയറിയപ്പോൾ മാതാവിൻ്റെ കൊന്തയും മാതാവിൻ്റെ ചേച്ചി കൊണ്ടുവന്ന് ഉടമ്പടി വെച്ച കാശുരൂപവും എല്ലാം കൂടെ കൊണ്ടുപോകാനും മാതാവ് ഓരോ നിമിഷവും ആദ്യത്തെ സർജറിയിൽ ചെയ്തിരുന്ന കൊളോസ്റ്റമി റിവേഴ്സ് ചെയ്യാനും എല്ലാം ഡോക്ടർ 12 മണിക്കൂറോളം അവരെ സഹായിച്ച് എല്ലാം ഒരു കുഴപ്പമില്ലാതെ നടത്തി തന്നു. അതിനുശേഷം ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ജോലിക്ക് പാർട്ട് ടൈം കയറാൻ തുടങ്ങി. ഇപ്പം ഫുൾ ടൈം ജോലിയാണ്. അങ്ങനെ ദൈവനാമത്തിന് നന്ദി, മാതാവിന് ഒത്തിരി നന്ദി. എന്നെ കൃപാസന മാതാവിൻ്റെ ഭക്തിയാണ്. കൊന്ത ചെല്ലാറുണ്ട്, 25 കൊന്ത ചൊല്ലി ഞാൻ പല കാര്യങ്ങളും നേടിയിട്ടുണ്ട്. പക്ഷേ ഈ 2ാമത്തെ റിപ്പോർട്ട് വന്നപ്പോൾ എന്നോട് ആൾക്കാർ ചോദിച്ചു ഈ മാതാവ് കൂടെ ഉണ്ടായിരുന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിച്ചു. പക്ഷേ കൃപാസന മാതാവ് എന്നെ കൈവിട്ടില്ല, മാതാവിൻ്റെ കൂടെ തന്നെ വന്നു ചേച്ചിയിലൂടെ. അങ്ങനെ ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ സന്തോഷത്തിലാണ്. അതിനുശേഷം ഞങ്ങൾക്ക് വീണ്ടും വളരെയേറെ അനുഗ്രഹങ്ങളുണ്ടായിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തി ചെയ്തത് ദാനധർമ്മം ചെയ്യുകയും രോഗികളോട് യേശുവിനെക്കുറിച്ച് നമ്മൾ ഇന്ത്യക്കാരെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പുറത്തുള്ളവരുടെ വിചാരം നമ്മളെല്ലാവരും യേശുവിൽ വിശ്വസിക്കുന്നുണ്ടോയെന്ന് അവർക്കറിയില്ല. അപ്പോൾ യേശുവിലാണ് വിശ്വാസം. യേശുവാണ് എൻ്റെ ദൈവം, മാതാവാണ് എൻ്റെ. ഞാൻ കൊന്ത ഇട്ടുകൊണ്ട് നടക്കാറുണ്ട്, കൊന്ത കൈച്ചെയിനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അന്നേരം എല്ലാം അവർ മാതാവിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുകയും അവർ നമ്മളോടൊപ്പം തന്നെ മാതാവിൽ വിശ്വസിക്കുകയും ചെയ്യും. അവർക്കും അത് ഒരു അനുഭവമായിരുന്നു. അവരുടെ ദുഃഖങ്ങളിലും ഇത് ചെയ്തു. പിള്ളേർക്കാണേലും വിശ്വാസത്തിൽ ഉറച്ച് വിശ്വസിക്കാനായിട്ട് സഹായിച്ചു. പിന്നീട് ഞാനൊരു ലൈറ്റ് ക്യാൻഡിൽ എടുത്തിട്ടുണ്ട്. എൻ്റെ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലാതെ എന്നെ വന്ന് നോക്കിയ ചേച്ചിക്ക് ഇത് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോഴാണ് ആ മാതാവും അതും എല്ലാം ഒരു കുഴപ്പമില്ലാതെ അവളും എന്നോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കാനായിട്ട് മാതാവ് അനുഗ്രഹം തന്നു. 2 വർഷത്തിനുള്ളിൽ 2 അനുഭവങ്ങളും ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും മാതാവ് ഞങ്ങൾക്ക് തന്നു. ദൈവകുമാരന് നന്ദി, മാതാവിന് നന്ദി. ഈ പുണ്യാൽത്താരെ